എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യ സെബാസ്റ്റ്യൻ സാറ്, സ്വാഗതം പറഞ്ഞ ബഹുമാന്യ ശ്രീ രഞ്ജിത്ത്, എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, നമ്മൾ ശരിക്കും ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ 7-8 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസ് പോലുള്ള ഒരു സംഘടനയിൽ അതിനോട് ആഭിമുഖ്യമുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് ഇത്ര പ്രൗഢഗംഭീരമായ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് നടത്തുക എന്ന് തന്നെ ക്ലേശകരമാണ്. അതിൽ പങ്കെടുക്കാൻ നിങ്ങളെപ്പോലെ ഞാനും വയനാട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാരോട് കൂടെ പങ്കെടുക്കാൻ ആഗ്രഹിച്ച വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊന്നും സാധിച്ചില്ല. പക്ഷേ ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ ഇങ്ങനെയെങ്കിലും പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ശ്രദ്ധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. സിബി സാറ് ആക്ച്വലി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാമല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് അപ്പം തന്നെ ഞാൻ അതിന് സമ്മതം മൂളുകയാണ് ചെയ്തത്. എന്താ നമുക്ക് അറിയാം, പല പല നിയമങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് തന്നെ പല കാര്യങ്ങളും പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഒരു നിയമം 1960-ലാണെങ്കിൽ അടുത്തത് 69-ലാണ്, പിന്നെ 74-ൽ, പിന്നെ 96-ൽ, ഇങ്ങനെയൊക്കെ ഓരോ വർഷങ്ങൾ വരുമ്പോൾ കാലക്രമേണ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അതിനകത്ത് കടന്നു വരാറുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിയമങ്ങളാണ് പിന്നീട് വരിക. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം അതിനകത്ത് അവബോധം ഉണ്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആശ്രയിച്ചിരിക്കും നമുക്ക് അതിനുള്ള ഈ കാര്യങ്ങളിലുള്ള വിജയം. അപ്പോൾ ഞാനത് ജനറലായിട്ട് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ചാണ് നമ്മുടെ ഈ വൈദ്യുതി ബോർഡ് ഒരു ഇൻഡസ്ട്രിയാണ്. ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചുരുക്കി ഞാൻ പറയാം, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947-ലാണ് വന്നത്. അത് വരാനുള്ളൊരു കാരണമുണ്ട്. നമുക്കറിയാം, ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഒരു ക്യാപിറ്റൽ മുടക്കുന്ന ഒരാളുണ്ടാവും, അദ്ദേഹത്തെ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയാം. ഇപ്പുറത്തെ ഒരു വർക്ക്മാൻ കാറ്റഗറി ഉണ്ടാവും, അതായത് മൂലധനമുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ഒരു ക്ലാഷിനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മാത്രമായിട്ട് നമുക്ക് ആ ആക്ടിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. അപ്പോൾ ഡിസ്പ്യൂട്ട് പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആക്ട് ഉള്ളത്, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ആ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് വേറൊരു കടമയുണ്ട്. അതിൽ ബോർഡിൻ്റെ കടമയാണ്, എംപ്ലോയറുടെ കടമയാണ്. അത് ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946. ഈ ആക്ട് അനുസരിച്ച് ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ ഓരോ എംപ്ലോയറും പുറപ്പെടുവിക്കണം. ഈ സ്റ്റാൻഡിംഗ് ഓർഡർ പുറപ്പെടുവിക്കുമ്പോൾ ആ സ്റ്റാൻഡിംഗ് ഓർഡറിൽ ചില കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കണം. ആ സ്റ്റാൻഡിംഗ് ഓർഡർ ഓരോ ഇൻഡസ്ട്രിക്കും വ്യത്യസ്തമായിരിക്കും. നമുക്കറിയാം, നമ്മുടെ വൈദ്യുതി ഇൻഡസ്ട്രിയാണ്, ചിലത് വേറെ പ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ മാനുഫാക്ചറിങ്ങും, അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ സർവീസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഓരോരോ മേഖലകളിലും ഓരോ ഇൻഡസ്ട്രി ഉണ്ട്. ആ മേഖലകളിലൊക്കെ അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ നമുക്ക് വേണം. അങ്ങനെയാണ് നമുക്ക് നേരത്തെ സ്റ്റാൻഡിംഗ് ഓർഡർ ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡിംഗ് ഓർഡർ പുതുക്കിയിട്ട് KSEB സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഫോർ വർക്ക്മാൻ 1996 എന്ന് പറയുന്ന ഒരു ഓർഡർ, നമുക്ക് സ്റ്റാൻഡിംഗ് ഓർഡർ നമ്മൾ ഇറക്കി. ആ സ്റ്റാൻഡിംഗ് ഓർഡർ 1997-ലാണ് പ്രാബല്യത്തിൽ വന്നത്. അത് ആദ്യം തന്നെ ഈ ആക്ടിനാൽ നിയമിക്കപ്പെട്ട സർട്ടിഫയിങ് ഓഫീസർ ഈ കാര്യങ്ങളെക്കുറിച്ച് സർട്ടിഫൈ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ആ സ്റ്റാൻഡിംഗ് ഓർഡർ പുറത്തിറക്കാൻ പറ്റുള്ളൂ. അത് പ്രകാരമാണ് നമ്മൾ പുറത്തിറക്കിയത്. അതിൻ്റെ ബോർഡ് ഓർഡറാണ് ഞാനിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ സ്റ്റാൻഡിംഗ് ഓർഡറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. തൊഴിലാളികളുടെ വർഗീകരണം എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി തന്നെ ഇവിടെ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ ഇവരെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിനീസ് ഉണ്ടാവാം, അപ്രൻറ്റിസ് ഉണ്ടാവാം, കാഷ്വൽ ലേബേഴ്സ് ഉണ്ടാവാം, കോൺട്രാക്ട് ലേബേഴ്സ് ഉണ്ടാവാം. ഇത് ഒരു തരത്തിലുള്ള വർഗീകരണമാണ്. പിന്നെ നമ്മുടെ ഹാജർ, എപ്പോഴാണ് ഹാജർ പുസ്തകത്തിൽ ഒപ്പുവെക്കേണ്ടത്, എപ്പോഴാണ് ഉച്ചയ്ക്കുള്ള ബ്രേക്ക്, എപ്പോഴാണ് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ലീവുകൾ,
അതൊക്കെ മറ്റ് പലയിടത്തും ഉള്ള പോലെ നമ്മളെല്ലാം അഡോപ്റ്റ് ചെയ്ത് ഇതിനകത്ത് ലീവ്, നമ്മുടെ ലീവ് കാര്യങ്ങളൊക്കെ KSRൻ്റെ ചില കാര്യങ്ങളൊക്കെ ഭൂരിഭാഗം കാര്യങ്ങളും KSR നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ലീവിൻ്റെ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അച്ചടക്ക നടപടിയെക്കുറിച്ച് നമ്മൾ ഈ സ്റ്റാൻഡിംഗ് ഓർഡറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ശമ്പളത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്രിമെൻ്റ് എപ്പോൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി സ്ട്രൈക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രൈക്കിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ലേ ഓഫ്, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ സംഭവിക്കുകയാണ്, അതായത് നമ്മൾ തൊഴിലാളികളെ താൽക്കാലികമായിട്ട് പിരിച്ചുവിടുക, മാറ്റി നിർത്തുക, പണിയില്ല, നിങ്ങൾക്ക് പോകാം. ഉദാഹരണത്തിന് ഇപ്പം കൽക്കരി ഉപയോഗിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ കൽക്കരി തീർന്നു പോയാൽ തൊഴിലാളികളെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക, അതിനാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഓവർ ടൈം എടുത്താൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനിത് പറഞ്ഞ ജനറലായിട്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് എൻട്രൻസ്, ഒരു ഓഫീസിൽ ഒരു എൻട്രൻസ് വേണം, അതുപോലെ തന്നെ ഒരു എക്സിറ്റ് വേണം. ഈ എക്സിറ്റ് 10 മണിക്ക് അല്ലെങ്കിൽ 10 മണിയാണ് ഓഫീസ് ടൈം വന്നു കഴിഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം. അതുപോലെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് തന്നെ അതിനകത്ത് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് 1996 പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരാം. പക്ഷേ ഈ സ്റ്റാൻഡിംഗ് ഓർഡർ മാത്രമല്ല നമ്മുടെ അച്ചടക്ക നടപടികളെ നിയന്ത്രിക്കുന്നത്. അതാണ് ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത. നിങ്ങൾക്കറിയാം, ആർക്കെങ്കിലുമൊക്കെ മെമ്മോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഈ സ്റ്റാൻഡിംഗ് ഓർഡറിൻ്റെ കാര്യം, 96 സ്റ്റാൻഡിംഗ് ഓർഡറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവാം. ഇനി മറ്റു പലരും ഇതിനെക്കുറിച്ച് അജ്ഞരാണ്. അവർ സ്റ്റാൻഡിംഗ് ഓർഡർ പറയില്ല. അവർ കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ 1960 എന്ന് പറയുന്ന റൂൾ കോട്ട് ചെയ്യും. ശ്രദ്ധിക്കണം, അതും ഇത് ഞാൻ അടുത്തത് പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. KSEB എംപ്ലോയീസ് CCA എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റെഗുലേഷൻസ് 1969 തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ജസ്റ്റ് നോക്കൂ. ഞാൻ പറയാം, അത് നോക്കണ്ട. സമാനമായ 2 പേരുകളുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. KSEB എംപ്ലോയീസ് CCA റെഗുലേഷൻസ് 1969. ശ്രദ്ധിക്കണം, KSEB ആണ്, CCA സെയിം ആണ്. ഇവിടെ റെഗുലേഷൻസ് എന്നാണ് പറയുന്നത്. ആ കാര്യം ശ്രദ്ധിക്കണം, വർഷവും ശ്രദ്ധിക്കണം, 1969. എന്നാൽ ഏറ്റവും അവസാനത്തെ ശ്രദ്ധിക്കൂ, കേരള സിവിൽ സർവീസ് CCA റൂൾസ് 1960. CCA റൂൾസ് 1960. അതിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേരള സിവിൽ സർവീസ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ നിയന്ത്രിക്കുന്ന ഒരു റൂൾസാണ്. അത് റൂൾസാണ്, നമ്മുടെ റെഗുലേഷൻസാണ്. ഞാനിത് രണ്ടിൻ്റെ വ്യത്യാസം പറയാൻ കാരണം, പലരും ഈ റൂൾസ് എടുത്തു വെച്ചിട്ട് നമുക്കെതിരെ പ്രയോഗിക്കും. എന്നാൽ റൂൾസിലും റെഗുലേഷൻസിലും ചില കാര്യങ്ങളിൽ പല രീതിയിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം, ഉദാഹരണത്തിന് ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം തൽക്കാലം പറയാം. റൂൾസിൽ ഒരു സസ്പെൻഷൻ ഉണ്ടെങ്കിൽ ആ സസ്പെൻഷനെതിരെ അപ്പീൽ കൊടുക്കേണ്ടത് ആ ഓർഡർ ഇറക്കിയ ആൾക്കും അതിൻ്റെ മുകളിൽ ഉള്ള ആൾക്കും കൊടുക്കാം. അതായത് ഡെപ്യൂട്ടി സി ആണ് സസ്പെൻഷൻ ഓർഡർ ഇറക്കിയെങ്കിൽ അദ്ദേഹത്തിനും കൊടുക്കാം, സിക്കും കൊടുക്കാം. എന്നാൽ നമ്മുടെ റെഗുലേഷൻ അനുസരിച്ച് ഇതിനകത്ത് തൊട്ട് മുകളിലുള്ള അതോറിറ്റിക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ കേസിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് സസ്പെൻഷൻ ഓർഡർ ഇറക്കിയെങ്കിൽ അതിനെതിരെയുള്ള അപ്പീൽ കൊടുക്കേണ്ടത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കാണ്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഇതിന് തമ്മിലുണ്ട്. അതുതന്നെയാണ് ഇതിനകത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ ഈ പറയുന്ന 7 എണ്ണം ഉണ്ട്. അതിൽ 7 എണ്ണത്തിലും ചില കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചില കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അവ്യക്തതയുണ്ട്. ആ അവ്യക്തത ചിലപ്പോൾ നമ്മളെല്ലാം ഡിസിപ്ലിനറി ആക്ഷനിൽ ബാധിക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് ഇങ്ങനെയുള്ള മെമ്മോ അല്ലെങ്കിൽ ചാർജ് മെമ്മോ അല്ലെങ്കിൽ ഷോക്കോസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിനകത്ത് ഓരോന്നിലും എന്തെല്ലാം പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ബുക്കുകളിലെല്ലാം. എന്നിട്ട് അതിനകത്ത് സ്റ്റാൻഡിംഗ് ഓർഡറാണ് ഏറ്റവും പ്രമുഖമായിട്ടുള്ളത്. കാരണം എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രിയാണ്, ഇൻഡസ്ട്രിക്ക് ബാധകമായിട്ടുള്ളത് സ്റ്റാൻഡിംഗ് ഓർഡറാണ്. ഇനി ഈ സ്റ്റാൻഡിംഗ് ഓർഡറിൽ ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൻ്റെ ക്ലോസ് 9 പറയുന്നുണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ CCA റെഗുലേഷൻസും അതുപോലെ തന്നെ MDPയും മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് അതിനകത്തുള്ള ഞാൻ വിട്ടുപോയിട്ടുണ്ട്. മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്
എന്ന് പറയുന്ന ഒരു ബുക്ക് കൂടെ ഉണ്ട്. ആ ബുക്കും റെഫർ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രയോറിറ്റൈസ് ചെയ്താണ് ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് ഓർഡറാണ് ഏറ്റവും മുമ്പിൽ വരേണ്ടത്. അതിനുശേഷം നമുക്ക് CCA റെഗുലേഷൻസ് ഉപയോഗിക്കാം. കാരണം സ്റ്റാൻഡിംഗ് ഓർഡറിൽ പറയുന്നുണ്ട് ഈ CCA റെഗുലേഷൻസ് ഉപയോഗിക്കാമെന്ന്. ഇതിനകത്ത് വേറൊരു മൂന്നാമത്തെ ശ്രദ്ധിക്കൂ, KSEB എംപ്ലോയീസ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് കണ്ടക്ട് ഓഫ് എൻക്വയറി റെഗുലേഷൻസ് 1974. ഇതിനകത്തും വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്റ്റാൻഡിംഗ് ഓർഡർ ആദ്യം എടുക്കണം. സ്റ്റാൻഡിംഗ് ഓർഡറിൽ എന്തെങ്കിലും അവ്യക്തതയോ പോരായ്മയോ ഉണ്ടെങ്കിൽ CCA റെഗുലേഷൻസ് നിങ്ങൾക്ക് എടുക്കാം. ആ CCA റെഗുലേഷൻസ് ഇതിനെ ഇൻകൺസിസ്റ്റൻ്റ് ആവരുത്. ഏതിനെ? സ്റ്റാൻഡിംഗ് ഓർഡറിനെ. എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഒത്തുപോകണം. സ്റ്റാൻഡിംഗ് ഓർഡറുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ മാത്രമാണെങ്കിലേ അതും എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം സ്റ്റാൻഡിംഗ് ഓർഡറിൻ്റെ പ്രാധാന്യം നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ളതെല്ലാം ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് കേരള ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്ട് റൂൾസും, ഞാനിത് ഈ വർക്ക്മെൻ ഫോക്കസ് ചെയ്യുന്നു എന്ന് എഴുതാനൊരു കാര്യമുണ്ട്. നമുക്കറിയാം നമ്മുടെ ഓഫീസേഴ്സിന് ഇതൊന്നും ബാധകമല്ല, ഈ സ്റ്റാൻഡിംഗ് ഓർഡർ ബാധകമല്ല. കാരണം ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു ഭാഗമേ അല്ല അവർ. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് അവർക്ക് ബാധകമല്ല. അതുകൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കുന്നത് കേരള ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്ട് റൂൾസ് 1960 ആണ്. നമ്മളെ ഏതൊക്കെയാണ് കുറ്റങ്ങളെന്ന് അടുത്ത നമ്മളതിനെ കടക്കുകയാണ്. ആ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ ഓരോ കുറ്റം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ കുറ്റങ്ങളൊന്നും ഓഫീസർമാർക്ക് ബാധകമല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ഓഫീസർമാർക്ക് ഈ പറയുന്ന കോൺട്രാക്ട് റൂൾസ് 1960 വെച്ചിട്ടാണ് അവർക്കെതിരെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നത്. പക്ഷേ നമുക്ക് അവിടെ വേറൊരു കാര്യം എടുക്കാം. KSEB എംപ്ലോയീസ് CCA റെഗുലേഷൻസ് 1969 ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ്? അവർ ഈ വർക്ക്മെൻ്റെ സ്റ്റാൻഡിംഗ് ഓർഡറിൽ അല്ല, അതിന് പുറത്തുള്ളൊരു നിയമമാണ് ഞാനീ പറഞ്ഞത്. ഇനി ഡിസിപ്ലിനറി അതോറിറ്റി ആരാന്ന് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഇതിനകത്ത് ഈ പറയുന്ന ബുക്കുകളിൽ, സ്റ്റാറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ നിയമങ്ങളിൽ ശിക്ഷകൾ പറയുന്നുണ്ട്. അത് മേജർ ശിക്ഷകളുണ്ട്, മൈനർ ശിക്ഷകളുണ്ട്. അതായത് മൈനർ പെനാൽറ്റീസും മേജർ പെനാൽറ്റീസും. ആ രണ്ടിനെയും കുറിച്ച് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ കാണാം. അതൊക്കെ ഇമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അവർക്ക് മുകളിൽ ചുമത്താൻ അധികാരമുള്ള ഒരു അതോറിറ്റി ആണെങ്കിൽ ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ് ഡിസിപ്ലിനറി അതോറിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസിപ്ലിനറി അതോറിറ്റി നമ്മുടെ സാധാരണഗതിയിൽ ബോർഡ് അതിന് ഓരോന്നിനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇലക്ട്രിസിറ്റി വർക്കർ ആണെങ്കിൽ A, ഓവർസിയർ, ലൈൻമാൻ ആൻഡ് ബിലോ. ചില കാറ്റഗറികളൊക്കെ എവിടെയെങ്കിലും പരാമർശിക്കാത്തുണ്ടെങ്കിൽ ആ നിലയിൽ നിന്ന് താഴേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കെതിരെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നടപടിയെടുക്കാം. അവരുടെ ഡിസിപ്ലിനറി അപ്പോയിന്റിംഗ് അതോറിറ്റി ഈസ് ഈക്വൽ ടു ഡിസിപ്ലിനറി അതോറിറ്റി. അത് ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ഈ അപ്പോയിന്റിംഗ് അതോറിറ്റി നമുക്കറിയാം. ഇപ്പോൾ എല്ലാവർക്കും സംശയം തോന്നാം, അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ PSC മെമ്മോ കിട്ടുമ്പോൾ അപ്പോയിന്റിങ് അത് ഓർഡർ അയക്കുന്നത് ഇവരൊന്നും അല്ലല്ലോ എന്ന്. പക്ഷേ അത് ആ ഒരു ഡ്യൂട്ടി HRM ഏറ്റെടുത്തു. അതിനുശേഷം HRM ഈ പറഞ്ഞ പദവി ഡിസിപ്ലിനറി അതോറിറ്റിയുടെ ഭാഗമായിട്ട് അപ്പോയിന്റിംഗ് അതോറിറ്റി എന്നതും ഡെലിഗേറ്റ് ചെയ്ത് ഇവരെ ഏൽപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാർ അതിനകത്ത് രംഗത്ത് വരുന്നത്. നോക്കുക, SA, SC ആൻഡ് ബിലോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അവരുടെ താഴെയും വരുന്നവർക്കെതിരെ CE ആണ് നടപടി എടുക്കേണ്ടത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. AXക്കെതിരെയും AAക്കെതിരെയൊക്കെ നടപടി വരുമ്പോൾ ഡെപ്യൂട്ടി CE ഒന്നും ചെയ്യാറില്ല. കെട്ടി നേരെ ആർക്കയക്കും? CEക്ക് അയക്കും. ഇനി എബോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അത് ബോർഡാണ് എടുക്കുന്നത്. നമുക്കറിയാം ഇവരുടെയൊക്കെ പ്രൊമോഷൻസും ട്രാൻസ്ഫറും ഒക്കെ ഇറക്കുന്നത് ബോർഡിൻ്റെ ഭാഗത്താണ്. മറ്റൊക്കെ CHRM ഇറക്കുമ്പോൾ ഇതൊക്കെ ബോർഡ് ലെവലിൽ ആണ് ഇറക്കുന്നത്. ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞാണ്. ഇപ്പം നമുക്ക് നിങ്ങൾക്കൊരു പിക്ചർ കിട്ടിക്കാണും. അതായത് എങ്ങനെയാണ് ഈ അച്ചടക്ക നടപടിയുടെ ഒറിജിൻ അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികത എവിടെ നിന്നാണ് വരുന്നത്. ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ എടുക്കാം, അതിന് മുകളിലുള്ളവർക്കും എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വർക്കർക്കെതിരെ വേണമെങ്കിൽ CHRMന് നടപടി എടുക്കാം. കാരണം അതിനകത്ത് വരുന്ന ഒരു 3-4 കാറ്റഗറിയിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. അവർക്കെതിരെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർക്കെതിരെ നടപടി എടുക്കേണ്ടത് ആ അതോറിറ്റി ആണെങ്കിൽ ആ അതോറിറ്റിക്ക് താഴെയുള്ളവരെയും കൂടെ ആ എൻക്വയറിക്കകത്ത് പെടുത്താം, കുഴപ്പമില്ല. അപ്പം പറഞ്ഞത് അതും അതിൻ്റെ മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഞാനിത് പറഞ്ഞ ഈ അച്ചടക്ക നടപടിയുടെ ഒരു ക്രൊണോളജി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ അച്ചടക്ക നടപടി പോകുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം ക്രിമിനൽ ജസ്റ്റിസ് എങ്ങനെയാണ് ഇന്ത്യയിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെന്നുള്ളൊരു നോളജ് വേണം. അതുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം അതിനകത്തുള്ള കുറേ പ്രിൻസിപ്പിൾസ് ഇതിനകത്ത് ബാധകമാണ്. അതിൽ പോലെ തന്നെയാണ് ഏതാണ്ട് ക്രിമിനൽ
ഞാനത് ഒന്നും കൂടെ ഊന്നി പറയുകയാണ്, ക്രിമിനലാണ്, സിവിലല്ല. രണ്ട് തരത്തിലുള്ള ജുഡീഷ്യൽ പ്രോസസ്സ് ഉണ്ട്. ഒന്ന് സിവിൽ പ്രോസസ്സാണ്, ഒന്ന് ക്രിമിനൽ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ക്രിമിനൽ ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചുരുക്കം പറഞ്ഞാൽ ക്രൈം എന്ന് പറയുന്നത് രാജ്യത്ത് ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന കാര്യം ചെയ്താൽ അത് തെറ്റാണ്, ഇന്ന കാര്യം ചെയ്താൽ ശരിയാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ അത് തെറ്റാണെന്ന് മാത്രം ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കി വെക്കും രാജ്യത്ത്. ഒരു ഉദാഹരണമാണ് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. ഒരുപാട് കോഡുകളുണ്ട്. കാരണം ഇന്ത്യൻ പീനൽ കോഡിൽ ഈ രാജ്യത്തുള്ള എല്ലാ തെറ്റിനെയും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് വേറെ ആക്റ്റൊക്കെ കൊണ്ടുവരും. ഉദാഹരണത്തിന് ആംസ് ആക്ട്, പോലീസ് ആക്ട്, അങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ബ്രോഡായിട്ടുള്ള കുറ്റങ്ങൾ, ഉദാഹരണത്തിന് മർഡർ, കൊലപാതകം, തെഫ്റ്റ്, ചീറ്റിങ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ കൊണ്ടുവരുന്ന രാജ്യത്തുള്ള ക്രിമിനൽ കുറ്റങ്ങളുടെ ഒരു സംഹിതയാണ് അല്ലെങ്കിൽ കോഡാണ് ഇന്ത്യൻ പീനൽ കോഡ് 1860. 1860 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ആരാ ഉണ്ടാക്കിയെന്നുള്ളത്. നമ്മുടെ പൂർവികരായ ബ്രിട്ടീഷുകാർ നമുക്ക് തന്ന സാധനമാണ്. ആ 1860 സാധനം ഇപ്പോൾ മാറ്റാൻ പുതിയ പേരിൽ രംഗത്ത് വരാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഭാവി എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. ആ ഒരു അപ്പോൾ സിവിൽ സൈഡ് ഒന്ന്, ക്രിമിനൽ സൈഡ്. സിവിൽ സൈഡിനും കൂടെ ഉദാഹരണം പറഞ്ഞേക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ എളുപ്പമാവും. ഞാനും എൻ്റെ അയൽവാസിയും തമ്മിലൊരു അതിർത്തി തർക്കമുണ്ട്. സ്വാഭാവികമായിട്ടും അത് പോകുന്നത് ക്രിമിനൽ ഭാഗത്തേക്കല്ല, സിവിൽ സൈഡിലേക്ക് പോകും. പക്ഷെ ഞാനും എൻ്റെ അയൽവാസിയും തമ്മിൽ കയറി അടിച്ച് ചോര വന്നിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ സൈഡിലേക്ക് പോകും, വസ്തു തർക്കം സിവിൽ സൈഡിലേക്കും പോകും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ രണ്ട് നിയമങ്ങളും വേറെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ആ ക്രിമിനൽ നിയമങ്ങളിലെ നടപടിക്രമങ്ങളോടാണ് നമ്മുടെ അച്ചടക്ക നടപടിയുടെ ചട്ടങ്ങളും ഒത്തുപോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കാരണം ക്ലാസ് ഒന്ന് ലൈവ് ആവണമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് ഒരു ബോറൻ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് കൈവെക്കുക, എന്തെങ്കിലും സംശയം ചോദിച്ചോളൂ. ഇതിനകത്ത് റൂൾസിലും റെഗുലേഷൻസിലും ബ്രോഡായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ അച്ചടക്ക നടപടികൾ എങ്ങനെ എടുക്കണം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ പോകണം, എന്തൊക്കെയാണ് പണിഷ്മെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ രണ്ടിലും ഒരേ രീതിയിൽ തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ചില എക്സെപ്ഷൻസ്, ചില വ്യത്യാസങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ റെഗുലേഷൻസ് KSEBയുടെ സാഹചര്യങ്ങൾക്ക് ഉചിതമായ രീതിയിൽ കൊണ്ടുവരുന്നതാണ്. മറ്റത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ KSEB എംപ്ലോയീസിന് ബോർഡ് നമുക്കറിയാം. കാരണം ചില ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ നമുക്ക് ബോർഡ് തരാറുണ്ടോ? ഇല്ല. ഉദാഹരണം തന്നെ ഞാൻ പറയാം. മെമ്മോ ചാർജസ് കൊടുത്തു, അതായത് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് മറുപടി തന്നിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇതിലെന്താ ചെയ്യാമെന്ന് വെച്ചാൽ എക്സ്പാർട്ടി ആയിട്ട് എൻക്വയറി നടത്തും. നിങ്ങൾക്ക് ആ കുറ്റപത്രം അയാൾ നിഷേധിച്ചു എന്നുള്ള ഒരു തോന്നലിൽ എൻക്വയറി നടത്തും. അതേസമയം റെഗുലേഷൻസിൽ നമ്മുടെ KSEB റെഗുലേഷൻസിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ കുറ്റപത്രം കൊടുത്തിട്ട് അതിന് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ ഈ കുറ്റം ചെയ്തതായിട്ട് അതോറിറ്റി അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. ഒരു ലീനിയൻസിയും ഇല്ല. നിങ്ങൾ ആ കുറ്റം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ആ കുറ്റം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ എന്താണ് ശിക്ഷ, ഈ ബുക്കിനകത്ത് ഈ റെഗുലേഷൻസിൽ പറയുന്നുണ്ട് എന്തൊക്കെ ശിക്ഷ കൊടുക്കാമെന്ന്, മേജറും മൈനറും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതങ്ങോട്ട് അടിച്ചേൽപ്പിക്കും. അതിനകത്ത് ഒരു കാര്യവുമില്ല. അങ്ങനെ ചില കേസുകളുണ്ടായിട്ടുണ്ട്. റൂൾസിൻ്റെ ഈ സാധാരണ കേസുകളൊക്കെ ഹൈക്കോടതി പോകുമ്പോൾ വക്കീലന്മാർ റെഗുലേഷൻസിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് സർക്കാർ കേസിൻ്റെ രീതിയിൽ അവർ റൂൾസ് എടുത്തിട്ട് പറയും, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു, അത് കിട്ടിയില്ല എന്ന്. നേരെ കോടതി പോവും. കോടതിയിൽ സാധനം വരുമ്പോൾ ബോർഡ് വക്കീൽ പറയും KSEB റൂൾസ് അല്ല KSEB ഭരിക്കുന്നത്, റെഗുലേഷൻസ് ആണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് അതോടുകൂടി അവസാനിച്ചു. അതാണ് അതിനകത്തുള്ള വ്യത്യാസം. ഈ റൂൾസും റെഗുലേഷൻസും എടുത്ത് വായിച്ചാൽ ഏതാണ്ട് എല്ലാം സെയിം റെഗുലേഷൻസും റൂൾസും, ഒന്നാമത്തെ റെഗുലേഷനും സെയിം ആയിരിക്കും, രണ്ടാമത്തെ റൂൾസും റെഗുലേഷൻസും ശരിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് മാത്രം 16 കഴിയുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് അഡീഷണൽ ആയിട്ട് കയറ്റിയിട്ടുണ്ട്. അവിടെ വരുമ്പോൾ നമ്മൾ ഒരെണ്ണം ഫ്രണ്ടിലോട്ട് ചാടും, ഒരെണ്ണം അധികം നമുക്കും. അതാണ് അതിനകത്തുള്ള വ്യത്യാസം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഈ കേസിലേക്ക് വരാം.
അപ്പം ഏറ്റവും താഴത്തെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒരു അടിക്കേസാണെന്ന് വിചാരിക്കുക. ആ അടിക്കേസ് ഏറ്റവും ആദ്യം ചെല്ലുന്ന കോടതി എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്. 2 ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 എന്ന് പറയുന്ന കോടതിയിലാണ് ചെല്ലുക. അതിനകത്തൊരു കാര്യമുണ്ട്, അതിനകത്ത് 1 വർഷം വരെയുള്ള തടവ് ഉള്ള ശിക്ഷകളാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല 1860 കോഡ് ഉണ്ടെന്ന്, ആ കോഡിൽ ശിക്ഷയും പറഞ്ഞിട്ടുണ്ട്, അല്ല കുറ്റവും പറഞ്ഞിട്ടുണ്ട്, ശിക്ഷയും പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് JFCM, ചുരുക്കി പറഞ്ഞ JFCM 2, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 1, അത് പിന്നെ അടുത്ത ലെവലിലേക്ക് വരുന്നത് CJM കോർട്ട് എന്ന് പറയും, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട്. അദ്ദേഹത്തിന് 7 വർഷം വരെയുള്ള തടവുള്ള കുറ്റങ്ങളെയൊക്കെ അവിടെ വിചാരണ ചെയ്ത് തീരുമാനിക്കാം. അതിനപ്പുറത്തേക്കൊക്കെ വന്നാൽ ഈ ഏറ്റവും താഴത്തെ കോർട്ട് ആ ഏത് കോർട്ടിലേക്ക്, അപ്പം മർഡർ കേസ് വരികയെന്ന് വെച്ചോ, മർഡർ കേസ് വന്നാലും ഏറ്റവും ആദ്യം JFCM-ലാണ് പോവുക. എല്ലായിടത്തും JFCM 2 ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ, JFCM മാത്രമായിട്ടുണ്ടാവാം. അപ്പോൾ JFCM കോർട്ടിലേക്ക് ചെല്ലും. ഇപ്പോൾ വീണ്ടും അത് റീനെയിം ചെയ്ത് പുതിയൊരു പേര് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ JFCM കോർട്ടിലേക്ക് നേരെ ചെന്ന് കഴിഞ്ഞാൽ ആ കോർട്ട് മനസ്സിലാക്കും ഞാൻ ഇതിന് ഇൻകോമ്പറ്റൻ്റ് ആണ്, എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, വിചാരണ ചെയ്യാൻ പറ്റില്ല. ഉടൻ തന്നെ, ഉദാഹരണം മർഡർ കേസ് ഞാൻ പറഞ്ഞു, മർഡർ കേസിൻ്റെ ഒരു വിചാരണ ചെയ്യാൻ ഈ നമുക്കറിയാം മർഡർ കേസിൻ്റെ ഏറ്റവും കുറഞ്ഞത് 10 വർഷം തൊട്ട് ഏറ്റവും അവസാനം ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന ഡെത്ത് പെനാൽറ്റി വരെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഈ ചെറിയ മജിസ്ട്രേറ്റിന് ചെയ്യാൻ പറ്റില്ല. മജിസ്ട്രേറ്റ് നേരെ എടുക്കും, അവർക്കെതിരെയുള്ള ചാർജസ് ഒക്കെ ഫ്രെയിം ചെയ്തും ആ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള കോർട്ടിലേക്ക്, അതായത് ഏറ്റവും മുകളിലുള്ള ജില്ലയിലെ ഏറ്റവും വലിയ കോർട്ടായ സെഷൻസ് കോർട്ടിലേക്ക് അത് പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. JFCM 2, JFCM 1, CJM, അസിസ്റ്റന്റ് സെഷൻസ് കോർട്ട്, അഡീഷണൽ സെഷൻസ് കോർട്ട്, സെഷൻസ് കോർട്ട്. ഈ അഡീഷണലും സെഷൻസും ഒരേ റാങ്കിലുള്ളവരാണ്, അവർക്ക് 2 പേർക്കും ഒരേ ലെവലിലുള്ള ശിക്ഷ വിധിക്കാം. അതിന് തൊട്ട് മുകളിലാണ് ഹൈക്കോർട്ട്, അതിൻ്റെ ഏറ്റവും മുകളിൽ സുപ്രീം കോർട്ട്. ഇതിലൊരു വ്യത്യാസം കൂടെ ഉണ്ട്. ഈ സെഷൻസ് കോർട്ട് വരെ ട്രയൽ നടക്കും, എന്ന് പറഞ്ഞാൽ വിചാരണ നടക്കും സെഷൻസ് കോർട്ട് വരെ. ഹൈക്കോടതിയിൽ വിചാരണ നടക്കുമോ? ഇല്ല. പിന്നെ എന്ത് നടക്കും അവിടെ? വിധി അല്ല വിധിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? വാദം, ആർഗ്യുമെന്റ്, ഒരു പേപ്പർ ബുക്ക് എന്നാ പറയുക. അതായത് താഴെ കോർട്ടിലുള്ള, ലോവർ കോർട്ടിലുള്ള എല്ലാ പ്രൊസീഡിങ്സിൻ്റെയും ഒരു ബൈൻഡഡ് ആയിട്ടുള്ള ഒരു വോളിയം നേരെ ഹൈക്കോടതി ചോദിക്കും. ഹൈക്കോടതി അത് മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ സാധാരണഗതിയിൽ ആരെയും വിളിച്ചു വരുത്താറില്ല. ഇപ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ഹൈക്കോടതി ആരെയും വിളിച്ചു വരുത്താറുണ്ടോ? ഉണ്ടോ? ഹൈക്കോടതി വിളിച്ചു വരുത്തിയ ചരിത്രമുണ്ടോ? ഉണ്ട് അല്ലേ? അതൊന്നും ഈ കേസിലല്ല. അല്ല, വക്കീലന്മാരെ ഒന്നും അല്ല ഉദ്ദേശിച്ചത്. ചില കേസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ചില ആൾക്കാരെ വിളിച്ചു വരുത്താനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. ഈ അടുത്ത് അതൊക്കെ സിവിൽ കേസുകളിലായിരിക്കും, അങ്ങനെയുള്ള കേസുകളിലും. അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ കോടതിയുടെ വിധി പാലിച്ചില്ലെങ്കിൽ കോടതി വിളിച്ചു വരുത്തും. ക്രിമിനൽ കേസിൽ ഞാൻ പറയാം, നിങ്ങൾ ഈ അടുത്ത് തന്നെ കേട്ടില്ലേ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇല്ലേ? അതൊരു സ്പെഷ്യൽ ജൂറിസ്ഡിക്ഷനാണ്. ഹൈക്കോടതി ഇവർ കുറ്റക്കാരാണെന്ന് എവിടെ നിന്ന് കണ്ടുപിടിച്ചോ? ഈ പേപ്പർ ബുക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഫയലിൽ നിന്ന് കണ്ടുപിടിച്ചു. അയാളെ വെറുതെ വിട്ട് ശരിയായില്ല, നിങ്ങൾ ഹാജരാവാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള അധികാരങ്ങളും ഹൈക്കോടതിക്കുണ്ട്. പക്ഷേ നോർമൽ കേസിൽ ജനറലി ഹൈക്കോടതിയിൽ ട്രയൽ അല്ലെങ്കിൽ വിചാരണ നടക്കാറില്ല. സുപ്രീം കോടതിയിലും ഒട്ടുമേ നടക്കാറില്ല. അങ്ങോട്ടൊന്നും ഇങ്ങനത്തെ കേസുകളായിട്ട് ചെന്നാൽ സുപ്രീം കോടതി അപ്പോൾ എടുത്ത് ഓടിക്കും, നിങ്ങൾ താഴത്തെ കോടതി പോയിട്ട് വരാൻ പറയും. കാരണം അവരെല്ലാ കോടതികളും ഇപ്പോൾ ചെയ്യുന്നൊരു പ്രതിഭാസമാണ്, തൊട്ട് താഴത്തെ കോർട്ട് ഇത് കേൾക്ക്, എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഒന്നാമത് കോടതികൾ ഓവർ ബേർഡൻഡ് ആണ്. എല്ലാവരും തൊട്ടതിനും പിടിച്ചതിനും കേസ് കൊടുക്കുന്നു. നമ്മുടെ ഹൈക്കോടതി തന്നെ ഒരു 45,000-ഓളം റിട്ട് പെറ്റീഷൻ സിവിൽ മാത്രം വരും. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ കൊടുക്കാവുന്ന പെറ്റീഷൻസ് 45,000. അത് ഒരിക്കലും പിന്നെ അവിടെ നിന്നൊന്നും പൊന്തി വരില്ല, അതിങ്ങനെ നീണ്ടു പോകും. അടുത്ത കൊല്ലം അതിൻ്റെ മുകളിലേക്ക് പിന്നെയും വന്നുകൂടും. അതുകൊണ്ടാണ് കേസുകളൊക്കെ വൈകുന്നത്, ജഡ്ജിമാരുടെ എണ്ണം കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹൈക്കോർട്ടും സുപ്രീം കോടതിയും ഒന്ന് മാറ്റി നിർത്തണം, അവിടെ വിചാരണ നടക്കുന്ന സ്ഥലങ്ങളല്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അടിക്കേസിലേക്ക് തിരിച്ചു വരികയാണ്. ഏറ്റവും ആദ്യം എന്നെ ഒരാൾ വന്ന് അടിച്ചു, ഞാൻ നേരെ പോയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കും. അതിന് നമ്മൾ പറയുന്നൊരു പേരാണ് FIS, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് നമ്മൾ പോയിട്ട് എന്നെ അടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസുകാരൻ എന്ത് ചെയ്യും, അവിടെ ജനറൽ ഡ്യൂട്ടിയുള്ള പോലീസുകാരൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഉണ്ടാക്കും.
തീയതിയിൽ ഇന്ന സമയത്ത് ഇന്നയാൾ ഇന്നയാളുടെ മകൻ ഇത്ര വയസ്സ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു. ആ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നു. അതിൻ്റെ അടിയിൽ ഈ പരാതിക്കാരനെ ഒപ്പുമിട്ട് വാങ്ങി അത് ഒരു FIR ആയിട്ട് മാറ്റുന്നു. നമുക്കറിയാം FIRൻ്റെ കോപ്പിയൊക്കെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. ആ FIRൻ്റെ കോപ്പി ഒരു FIR ആണ്. ആ FIRൻ്റെ കോപ്പി ഈ പരാതിക്കാരന് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അതാണ് ഈ എല്ലാ ക്രിമിനൽ നടപടിയുടെയും ബേസ്. FIR ആണ് ബേസ്. എന്നാൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താ? ഞാനൊരു കൊലപാതകം നടത്തി, ഞാൻ എന്നിട്ട് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയുകയാണ്, ഞാനിങ്ങനെ കണ്ടു X എന്ന് പറയുന്ന ഒരാൾ ആ Y എന്ന് പറയുന്ന ആളെ കുത്തിക്കൊന്നതായിട്ട് ഞാൻ കണ്ടു. FIR ഇടുകയാണ്. ആ FIR കൊണ്ട് മുന്നോട്ട് പോയാൽ ശരിയാവുമോ? ഇല്ല, അത് പാളിപ്പോവും. അപ്പോൾ ആ FIR എന്ന് പറയുന്നത് ഏറ്റവും അത് പ്രിലിമിനറി ഡോക്യുമെൻ്റ് ആണ്, ഫസ്റ്റ് ഡോക്യുമെൻ്റുമാണ്. FIR ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോക്യുമെൻ്റുമാണ്. പക്ഷേ ഇത് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഒന്നും അതിനില്ല. അതാണ് ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പം നമ്മൾ FIR ഇട്ടു, അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അറസ്റ്റ്. കൊലപാതകം അല്ലെങ്കിൽ അടിപിടി കേസാണെങ്കിൽ അത് നോൺ ബെയിലബിളും ബെയിലബിളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കൂടുതൽ അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും. അപ്പം ഇൻവെസ്റ്റിഗേഷൻ പോലീസ് നടത്തുന്നു. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കേസാണെങ്കിൽ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ അന്വേഷണങ്ങളൊക്കെ നടത്തി കേസ് ഡയറി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങളെല്ലാവരും പത്രങ്ങളൊക്കെ ഉണ്ടാവും. കേസ് ഡയറി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഈ കേസിനെ കുറിച്ച് പോലീസ് എടുക്കുന്ന നടപടികൾ. ഞാൻ ഇത്രാം തീയതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വടക്ക് ദിശയിൽ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ ചെന്ന് ഇന്നയാളെ കണ്ടു, ഇന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു ചെയ്തു. ഇന്നയാൾ കുറ്റക്കാരനാണെന്നുള്ള കണ്ടെത്താനുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെയാണ് അത്രയെല്ലാം ചെയ്ത് അവസാനം ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു. നമ്മളൊരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം ഫയൽ ചെയ്യുന്നു. ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം അതെവിടെ ഫയൽ ചെയ്യുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ ഏത് കോടതിയാ? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്യുന്നു. ആ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കുറ്റപത്രം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഈ കേസിൻ്റെ ഡേറ്റ് ആകുമ്പോൾ എല്ലാവരെയും വിളിപ്പിക്കും. അതിനകത്ത് വിളിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ഈ കുറ്റവാളി ചെന്ന് നിൽക്കുന്നു. കുറ്റവാളി ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഇന്ന വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നുവോ എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും ചെയ്തവനാണെങ്കിൽ പോലും വക്കീൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും സമ്മതിക്കരുതെന്ന്. ഇല്ല എന്ന് പറയും. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്. വിചാരണ തുടങ്ങും. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ആൻഡ് ക്രോസ് എക്സാമിനേഷൻ. സാക്ഷികൾ വരും. മിക്കവാറും ഈ ക്രിമിനൽ കേസിലൊക്കെ ഒരു സൈഡിൽ പ്രോസിക്യൂഷൻ്റെ സൈഡിൽ ഗവൺമെൻറ് ആയിരിക്കും അല്ലെങ്കിൽ പോലീസ് ആയിരിക്കും. അറിയാം, നമ്മുടെ രാജ്യത്ത് നിയമം അങ്ങനെയാണ്. അല്ലാതെ എന്നെ ഒരാൾ അടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് വാദിയാവേണ്ട കാര്യമേ ഇല്ല. അത് പോലീസ് നോക്കിക്കൊള്ളും. അതിനുശേഷം സംഭവിക്കാൻ പോകുന്നത് ഈ ഇതിനകത്തുള്ള സാക്ഷികളെ മിക്കവാറും പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കാം. അതുപോലെ തന്നെ ഈ അടി ആരെങ്കിലും നമ്മുടെ അയൽവക്കത്ത് നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരായിരിക്കാം. അവരെയൊക്കെ ഇതിനകത്ത് സാക്ഷികളായി കൊണ്ടുവന്ന് വിസ്തരിച്ച് ഇയാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നു. ഏറ്റവും അവസാനം എവിഡൻസും അതുപോലെ തന്നെ ആർഗ്യുമെൻസും. 2 വക്കീലന്മാരും എന്തുകൊണ്ട് ഇയാൾ കുറ്റക്കാരനാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കും, എന്തുകൊണ്ട് ഇയാൾ നിരപരാധിയാണെന്ന് ഈ ഡിഫൻസ് സൈഡിലുള്ള പ്രതിയുടെ സൈഡിലുള്ള ആളും വാദിക്കും. അങ്ങനെ ഏറ്റവും അവസാനം ജഡ്ജ്മെൻറ്റ് ഇറക്കും. അതിൽ ഒന്നുകിൽ കുറ്റക്കാരനായിരിക്കാം അല്ലെങ്കിൽ വെറുതെ വിടാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്രിമിനൽ കോടതികളിൽ പോകുന്നത്. ആ ക്രിമിനൽ കോടതിയിൽ പോകുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഡിസിപ്ലിനറി ആക്ഷനിലും നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് അതായത് ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാള തർജ്ജിമ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നാച്ചുറൽ ജസ്റ്റിസ്, സ്വാഭാവിക നീതി എന്ന് പറയാം, സാമാന്യ നീതി എന്ന് പറയാം, അങ്ങനെയുള്ള പല പേരുകളും പറയും. അപ്പോൾ അതിലൊരു തവണ അങ്ങനെ ചോദിച്ചപ്പോൾ നാച്ചുറൽ ജസ്റ്റിസ് എന്താണെന്ന് ചോദിച്ചപ്പം ഒരാൾ പറഞ്ഞാണ് അത് നാച്ചുറൽ കാണുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന ജസ്റ്റിസാണ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, കാരണം നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറിയാം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല, സൊസൈറ്റിയിലുള്ള നിയമങ്ങളാണ്. അപ്പോൾ അതുപോലെ അതിനകത്ത് കാണുന്നൊരു നീതിയും നിയമവുമാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിനകത്ത് സുതാര്യത വേണം, നീതി വേണം, ഈക്വാലിറ്റി വേണം, നിഷ്പക്ഷത വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നാച്ചുറൽ ജസ്റ്റിസിൽ നമുക്ക് ഉള്ളത്. 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. 2 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഒന്ന്, നെമോ ഡെബറ്റ് എസ്സെ ജുഡെക്സ് ഇംപ്രോപ്രിയ കോസ. ഇത് ലാറ്റിൻ വേർഡാണ്. നിങ്ങൾ കൂടുതലൊന്നും
അതിനെക്കുറിച്ച് ബോധേഡാവേണ്ട. ഇതിനകത്ത് റൂൾ എഗെയിൻസ്റ്റ് ബയാസാണ്. അതായത് എനിക്ക് താല്പര്യമുള്ള കേസാണെങ്കിൽ ഞാൻ അതിനകത്ത് ജഡ്ജ് ആവാൻ പാടില്ല, അത്രയേ ഇതിനകത്തുള്ളൂ. നോ മെൻ ഷുഡ് ബി എ ജഡ്ജ് ഓഫ് ഹിസ് ഓൺ കോസ്. അത് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അതിന് നമ്മൾ വേറൊരു പേരും മനസ്സിലാവുന്നൊരു പേരിട്ട് വിളിക്കുന്നു, റൂൾ എഗെയിൻസ്റ്റ് ബയാസ് എന്ന് പറഞ്ഞാൽ പക്ഷപാതിത്വത്തിനെതിരെയുള്ള ഒരു റൂളാണ്. രണ്ടാമത്തത് ഓഡി അൾട്ടറാം പാർട്ടം. ഓഡി അൾട്ടറാം പാർട്ടം അതും ലാറ്റിൻ വേർഡാണ്. ഹിയർ ദ അതർ സൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരാളെയും അയാളെ കേൾക്കാതെ ശിക്ഷിക്കാൻ പാടില്ല. ഇപ്പം രണ്ട് ബേസിക് പ്രിൻസിപ്പിളാണ്. ഒന്ന്, പക്ഷപാതിത്വം പാടില്ല. രണ്ടാമത്തേത്, ഒരാളെയും കേൾക്കാതെ ശിക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ചില ഹൈക്കോടതിയുടെ വിധികളൊക്കെ കണ്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. കാരണം അയ്യോ, അത് ന്യായമായൊരു കാര്യമായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഹൈക്കോടതി അത് ക്വാഷ് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ സ്റ്റേ ചെയ്തു എന്ന് ചോദിച്ചാൽ ഹൈക്കോടതി പറയുന്നത്, നിങ്ങൾ അയാളെ കേട്ടിട്ട് ഇതേ രീതിയിൽ ഇറക്കിക്കോ, കുഴപ്പമില്ല. എന്തുകൊണ്ട്? നാച്ചുറൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്. ഈ നാച്ചുറൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നത് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഭരണഘടനയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി എന്ന് പറയുന്നുണ്ട്. ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വമാണ്. അതായത് ഒരു കുറ്റം ചെയ്താൽ അത് ഞാൻ ചെയ്താലും തിരുവനന്തപുരത്തെ മേയർ ചെയ്താലും യൂസഫ് അലി ചെയ്താലും ഒക്കെ ഒരേ കുറ്റമായിട്ട് തന്നെ കണക്കാകും എന്നാണ് വെപ്പ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ശിക്ഷ വന്നാലും അദ്ദേഹം ഉയർന്ന ആളാണ്, അതുകൊണ്ട് അയാൾക്ക് ശിക്ഷ കുറച്ചു കൊടുക്കാം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആരുടെയും ജീവിതമോ അല്ലെങ്കിൽ ജീവിത സ്വാതന്ത്ര്യമോ നിയമപ്രകാരം അനുശാസിക്കപ്പെട്ട രീതിയിലല്ലാതെ എടുത്തു മാറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ വഴി കൂടെ പോകുമ്പോൾ പിടിച്ചാൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു കാരണമില്ലാതെ കൊണ്ടുപോയിട്ട് ജയിലിലിടാൻ പറ്റില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാൻ പറ്റില്ല. ലോക്കപ്പിലിട്ടാൽ നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം. 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് ആ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ കുറ്റമായി മാറി. അതിന് പോലീസുകാരൊരു സാധാരണ ഒരു കുറുക്കുവഴി ചെയ്യാറുണ്ട്. എന്താണെന്നറിയോ? അതെ, എന്തു ചെയ്യും? കസ്റ്റഡിയിലെടുത്തിട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. എന്നിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇവർക്ക് എല്ലാം കിട്ടിയെന്ന് കഴിയുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കാൻ പറ്റുന്ന സമയത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും. അപ്പോൾ 24 മണിക്കൂർ എന്ന് പറയുന്നത് ഏത് അർദ്ധരാത്രിയാണെങ്കിലും മജിസ്ട്രേറ്റ് അറസ്റ്റ് രേഖപ്പെടുത്തി ഹാജരാക്കുമ്പോൾ എഴുന്നേറ്റ് വരണം, അതിനൊരു സംശയമില്ല കേട്ടോ, ഉറങ്ങുകയാണെങ്കിൽ പോലും. ഓക്കെ, നമുക്ക് തുടരാം. ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ബയാസ് എന്ന് പറയുന്നത് തന്നെ പല ബയാസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്ത് പോവാം. അതിനകത്തൊന്ന് ഒരു കാര്യമാണ് പേഴ്സണൽ ബയാസ്. എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കേസ് വന്നു, ഞാൻ ജഡ്ജായിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കേസ് വന്നാൽ ബയാസ് ഉണ്ടാവുമോ? പക്ഷപാതിത്വം ഉണ്ടാവുമോ? ഉറപ്പല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ജഡ്ജ് ആ കേസ് മാറും. നിങ്ങൾ ഹൈക്കോടതിയുടെ പല കേസുകളും കണ്ടിട്ടുണ്ടാവും. ചില ജഡ്ജിമാർ ഒഴിവാവും, ഞാനിതിൽ നിൽക്കുന്നില്ല, ഇത് അടുത്ത ബെഞ്ചിന് വിടാൻ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പെക്യൂനിയറി ബയാസ്. പെക്യൂനിയറി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്. പെക്യൂനിയറി മീൻസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മണിയാണ്. ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് ഇറക്കുന്ന ആളാണ്. നിങ്ങൾ 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നിശ്ചയിക്കുന്ന കമ്മിറ്റിയിൽ നിങ്ങൾ അംഗമാണ്. എന്ത് സംഭവിക്കും അറിയാലോ? സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ബുക്ക് തന്നെ അതിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്യും. കുറേ ബുക്ക് നമുക്ക് അടിച്ച് കാശ് കിട്ടും. അതും ചെയ്യാൻ പാടില്ല. ഇനി സബ്ജക്റ്റ് മാറ്റർ ഉണ്ട്. അതായത് ആ സബ്ജക്റ്റുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്താ പറയുക, നിഷിദ്ധമാണ്. നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. പിന്നെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രീ കൺസീവ്ഡ് നോഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, ഞാനിപ്പോൾ ഒരു എൻക്വയറി ഓഫീസർ ആവുകയാണ്. ആ കുറ്റം ഞാൻ നേരിട്ട് കണ്ടയാളാണ്. നമ്മുടെ ഒരു എംപ്ലോയി മറ്റൊരു എംപ്ലോയിയെ അടിച്ചു. ആ കുറ്റം ഞാൻ നേരിട്ട് കണ്ടയാൾ. അപ്പം ഡിസിപ്ലിനറി അതോറിറ്റി എന്നോട് പറഞ്ഞു, നിങ്ങളത് നേരിട്ട് കണ്ടയാളല്ലേ, ഇതിൽ പരം വേറെ തെളിവ് വേണ്ടല്ലോ, നിങ്ങൾ തന്നെ അത് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിക്കാൻ തീരുമാനിച്ചു. സാധുതയുണ്ടോ? ഇല്ല. ഞാൻ ഈ പറഞ്ഞതാണ്. അതായത് എനിക്കൊരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ട്. എന്ത്? ഞാൻ മുൻകൂട്ടി ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ധാരണയുണ്ട്. എന്ത്? ഇവൻ അയാളെ അടിച്ചതാണ്. ആ ധാരണ പോലും വരാൻ പാടില്ല. നോക്ക്, നിയമം എത്ര സുതാര്യമായിട്ടാണ് ഇത് ഒരാളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക്.
അതുപോലെ അങ്ങനെ കുറേ ബയാസ് ഉണ്ട്, നമുക്ക് അതിലേക്ക് കടക്കണ്ട. ഇനി നമുക്ക് മിസ്കണ്ടക്റ്റിലേക്ക് വരാം. അതായത് നമ്മുടെ പെരുമാറ്റ ദൂഷ്യം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പെരുമാറ്റ ദൂഷ്യം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അച്ചടക്ക നടപടി ക്ഷണിച്ചു വരുത്തുന്നത്. പെരുമാറ്റ ദൂഷ്യം എന്ന് പറയുന്നത് ആക്ട് അല്ലെങ്കിൽ ഒമിഷൻ ആവാം. എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ആവാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കലും ആവാം. നിങ്ങളുടെ അയൽവക്കത്ത് ആരെങ്കിലും പട്ടിണി കിടന്നാൽ അയാൾക്ക് ആഹാരം കൊടുത്തില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങളെ ആരെങ്കിലും ശിക്ഷിക്കോ? ഇല്ലല്ലോ. നമുക്ക് ധൈര്യമുണ്ട് അല്ലേ? അതേസമയം ജയിലിൽ കിടക്കുന്ന ഒരു അന്തേവാസിക്ക് ജയിലർ ഭക്ഷണം കൊടുത്തില്ലെങ്കിലോ? ഉറപ്പാണ്. അപ്പം എന്താ അതിൻ്റെ വ്യത്യാസം? അയാൾ ഡ്യൂട്ടി ബൗണ്ടാണ്, നമ്മൾ ഡ്യൂട്ടി ബൗണ്ട് അല്ല. അയാളുടെ ഒമിഷനാണ്, നമ്മുടെ ഒമിഷനാണോ? അല്ല, നമ്മൾ അതിന് ബാധ്യസ്ഥപ്പെട്ടവരല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആക്ട് ആൻഡ് ഒമിഷൻ. മിസ്കണ്ടക്ട് ഏതൊക്കെ രീതിയിൽ വരാം? ആക്റ്റും വരാം, ഒമിഷനും വരാം. ഇനി നിങ്ങളുടെ ഒമിഷൻ എന്താണെന്ന് നിങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ കൃത്യവിലോപം നടത്തി എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഉദാഹരണങ്ങൾ കേട്ടാൽ ഈ പറയുന്ന നമ്മളെല്ലാവരും ആരും മെമ്മ വാങ്ങാത്തവരായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇൻസബോർഡിനേഷൻ അറിയാമല്ലോ, നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥരോടുള്ള ബഹുമാനക്കുറവ് അല്ലെങ്കിൽ അനുസരണക്കേട്, നോട്ടീസ് നൽകാതെയുള്ള പണിമുടക്ക്, ലേറ്റ് അറ്റൻഡൻസ് ഹാജരാകുന്നതിനുള്ള താമസം, ചിട്ടി നടത്തുക ഓഫീസിനകത്ത്, ജോലി സമയത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, അച്ചടക്ക രാഹിത്യം കാണിക്കുക, ഓഫീസിനകത്ത് പുകവലിക്കുക, KSEBയുടെ വസ്തുവകകൾ നശിപ്പിക്കുക. അടുത്തതും വളരെ പ്രധാനപ്പെട്ടാണ്, ജോലിക്കിടയിലെ ഉറക്കം, ബോർഡിനെതിരെ ഊമക്കത്തയക്കുക, ഓഫീസിനകത്ത് കച്ചവടം നടത്തുക, സേഫ്റ്റി റൂൾസ് ലംഘിക്കുക, യൂണിഫോം ധരിക്കാതിരിക്കുക, ഓവർ ടൈം ജോലി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കുക, സ്ത്രീകളെ ശല്യപ്പെടുത്തുക. ഇത് എക്സെട്രയാണ്. കാരണം എന്താണെന്നറിയോ? ഇതൊന്നും മുഴുവനല്ല. നമ്മുടെ ഈ റെഗുലേഷൻസിലും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതും ആ റെഗുലേഷൻസിൻ്റെ അടിയിൽ പറയുന്നുണ്ട്. ഇത് എല്ലാം ഉൾക്കൊള്ളതല്ല, ഇനിയും എന്തെല്ലാം ഇതിനകത്ത് കടന്നു വരാം, അതെല്ലാം വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം ഇതിനകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ റെഗുലേഷൻസ് പറയുന്ന ആക്റ്റോ ഒമിഷനോ അല്ല, അതുകൊണ്ട് എനിക്കത് നടപടി എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് വേറൊരു ആക്ട് ഉണ്ട്. അതിനകത്ത് പോഷ് എന്ന് ചുരുക്കപ്പേരിൽ പറയും, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്നാണ് സാധാരണ നമ്മൾ പോഷ് ആക്ട് 2013 പറയും. ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കിയാൽ മതി. അതായത് സെക്ഷൽ ഹരാസ്മെൻറ്റ്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് അഗെയിൻസ്റ്റ് വുമൺ ഇൻ വർക്ക് പ്ലേസ്, അതാണ് ആക്ടിൻ്റെ കൃത്യമായ പേര്. ഞാൻ പറഞ്ഞുതരാം. സെക്ഷൽ ഹരാസ്മെൻറ്റ് അഗെയിൻസ്റ്റ് വുമൺ ഇൻ വർക്ക് പ്ലേസ്, സെക്ഷൽ ഹരാസ്മെൻറ്റ് അഗെയിൻസ്റ്റ് വുമൺ ഇൻ വർക്ക് പ്ലേസ്, പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013. പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013. ഈ ആക്ടിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇടയിലൊക്കെ ഒരു 10ൽ കൂടുതൽ ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഈ പോഷ് ആക്ട് അനുസരിച്ച് ഒരു ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി വേണം, ICC എന്ന് പറയും. ഈ കംപ്ലയൻസ് കമ്മിറ്റി ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്താൽ ആ പരാതിക്കെതിരെ പരാതി പരിശോധിച്ച് ഇയാൾ കുറ്റക്കാരനാണ്, ഈ ബോർഡ് ജീവനക്കാരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിസിപ്ലിനറി അതോറിറ്റിക്ക് വേറെ ഡിസിപ്ലിനറി ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സ്ട്രെയിറ്റ് അവേ അവർക്കെതിരെയുള്ള നടപടി എടുക്കാം. അപ്പോൾ സൂക്ഷിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഘട്ടത്തിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആക്റ്റോ ഒമിഷനോ ഏതെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഫോർമൽ ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടും. അത് ചാർജ് മെമ്മോ ആയിരിക്കും. ആ ചാർജ് മെമ്മോയുടെ നിർവചനമാണ് ഞാനിപ്പോൾ പറയുന്നത്. എ ഫോർമൽ ഡോക്യുമെന്റ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ചാർജസ് ഫ്രെയിംഡ് അഗേൻസ്റ്റ് ആൻ എംപ്ലോയി ഹു ഈസ് അലജ്ഡ് ടു ഹാവ് കമ്മിറ്റഡ് എ മിസ്കണ്ടക്ട്. അതായത് ഒരു മിസ്കണ്ടക്ട് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന, ചെയ്ത ആളല്ല കേട്ടോ, ആരോപിക്കപ്പെടുന്ന വ്യക്തിക്കെതിരെ കൊടുക്കുന്ന കുറ്റപത്രം, അല്ലെങ്കിൽ മലയാളത്തിൽ അത്രയും വിചാരിച്ചാൽ വേഗം പോവാം. ചാർജ്ഡ് ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഈ കുറ്റാരോപിതനെയാണ് ചാർജ്ഡ് ഒഫീഷ്യൽ എന്ന് പറയുന്നത്. ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ, അതായത് അർദ്ധ നീതിന്യായ സ്വഭാവമുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ആ പ്രോസസ്സിന് ചില ഇമ്മ്യൂണിറ്റി, ചില പരിഗണനകളും പ്രൊട്ടക്ഷൻസും ഒക്കെ ഉണ്ട്. ഇനി ഡിസിപ്ലിനറി അതോറിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു.
ഇനി നമുക്ക് ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകും. ആ സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. പ്രസൻറ്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ അനുവാദക ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഡിസിപ്ലിനറി അതോറിറ്റി ബോർഡിൻ്റെ വക്കീലായിട്ട് നിയമിക്കുന്ന ആള്. അതായത് പ്രോസിക്യൂഷൻ്റെ ഭാഗം ഈ കേസിൽ പറയാൻ വേണ്ടി നിയമിക്കപ്പെടുന്ന ഓഫീസറാണ് പ്രസൻറ്റിംഗ് ഓഫീസർ. അത് നിയമിക്കുന്ന ആൾ ഡിസിപ്ലിനറി അതോറിറ്റിയാണ്. ഇനി അപ്പലറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്, അപ്പലറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, സംതിങ് കണക്റ്റഡ് വിത്ത് അപ്പീൽ, അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട് ആ അപ്പീൽ ഹിയർ ചെയ്യുന്ന അതോറിറ്റിയാണ് അപ്പലറ്റ് അതോറിറ്റി. ഇനി ഡിഫൻസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അതായത് ഡിഫൻസ് പ്രതിഭാഗത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നമുക്കൊരാളെ വെക്കാം. ആ ആളെ വെക്കുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ബോർഡ് എംപ്ലോയിയോ റിട്ടയർഡ് എംപ്ലോയിയോ അതൊരു ട്രേഡ് യൂണിയൻ ലീഡറോ ആയിക്കോട്ടെ വെക്കാം. ആരുടെ സഹായി? എൻ്റെ മുകളിൽ കുറ്റം ആരോപിക്കപ്പെട്ടു, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അവഗാഹമില്ല, അതുകൊണ്ട് എനിക്കൊരു സഹായി വേണമെന്ന് ആവശ്യപ്പെടാം. അതാണ് ഡിഫൻസ് അസിസ്റ്റൻ്റ്. വക്കീലിനെ വെക്കാൻ പറ്റുമോ? പറ്റും. രണ്ടും ശരിയാണ്. പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പറ്റില്ലെന്ന് ചോദിച്ചാൽ പറ്റും. അതിൻ്റെ കാരണം ഇതാണ്. ഒന്ന്, ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വക്കീലുണ്ടെങ്കിൽ നമുക്ക് വക്കീലിനെ വെക്കാം. ഇല്ലെങ്കിൽ നോർമൽ ജനറൽ കണ്ടീഷൻസിൽ നമുക്ക് വക്കീലിനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് കണ്ടീഷൻ. നമ്മൾ അടുത്തേക്ക് വരുന്നു പ്രോസിക്യൂഷൻ ഡോക്യുമെൻ്റ്, അതായത് PD എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടും. നമ്മുടെ വാദി ഭാഗം പ്രസൻറ്റിംഗ് ഓഫീസർ കുറേ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കും. ഈ ചാർജ്ഡ് ഒഫീഷ്യൽ ഇന്ന ആൾക്ക് അനധികൃതമായിട്ട് കണക്ഷൻ കൊടുത്തു, ആ കണക്ഷൻ കൊടുത്തതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതാണ്, അത് പ്രോസിക്യൂഷൻ ഡോക്യുമെൻ്റ് ആണ്. പ്രോസിക്യൂഷൻ വിറ്റ്നസ്, ആ കണക്ഷൻ കൊടുക്കാൻ പോയ ലൈൻമാൻ ഓവർസർക്കെതിരെയാണ് നമ്മൾ നടപടിയെടുക്കുന്നതെങ്കിൽ ആ ലൈൻമാൻ പറയുകയാണ്, ഞാൻ അവിടെ ചെന്ന് ഇന്ന ആൾക്ക് കണക്ഷൻ കൊടുത്തു, അത് ഇന്ന ഓവർസർ എടുത്ത എസ്റ്റിമേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് പ്രോസിക്യൂഷൻ സാക്ഷിയാണ്. രണ്ടാമത്തത് നേരെ എതിർഭാഗത്ത് വരുന്നതാണ് ഡിഫൻസ് ഡോക്യുമെൻറ്റും ഡിഫൻസ് വിറ്റ്നസ്സും. അതായത് പ്രതിഭാഗം അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് ഹാജരാക്കുന്ന ഡോക്യുമെൻറ്റും സാക്ഷികളെയും. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇതിലെല്ലാം നമ്മൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പണിഷ്മെൻ്റ് അവാർഡ് ചെയ്യും. ആ പണിഷ്മെൻ്റ് അവാർഡ് ചെയ്യുന്നത് റെഗുലേഷൻസ് 11 വരുന്നത്. 11 റെഗുലേഷൻ 11 ഓഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞപ്പോൾ വ്യത്യാസം മനസ്സിലായോ? റെഗുലേഷൻസ് റൂൾസും ഇതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മാറി മാറി ഉപയോഗിക്കും. അപ്പോൾ ചിലപ്പോൾ റെഗുലേഷൻസ് മാത്രമേ പറയുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരണം, KSEB എംപ്ലോയീസ് CCA റെഗുലേഷൻസ് 1969. അതിനകത്ത് ഉള്ള റെഗുലേഷൻസിൽ വരുന്ന എല്ലാ റെഗുലേഷൻസ് ആയിരിക്കും. റൂൾസിനകത്ത് വരികയാണെങ്കിൽ അതെല്ലാം റൂൾസ് ആയിരിക്കും. അപ്പം ഞാൻ തത്തുല്യമായ റൂൾസ് പറയാം. കേരള സിവിൽ സർവീസ് CCA റൂൾസ് 1960 റൂൾ 11, ഈ രണ്ടിലുമാണ് പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് 11 മുതൽ 11ന്റെ റോമൻ അക്കം 1 മുതൽ റോമൻ സ്മോൾ അക്കം 1 മുതൽ 4 വരെയുള്ളതിൽ മൈനർ പണിഷ്മെന്റും 5 മുതൽ 9 വരെയുള്ളത് മേജർ പണിഷ്മെന്റുമാണ്. ആ രണ്ട് പണിഷ്മെന്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ച് കടന്നു പോവാം. ഈ രണ്ട് പണിഷ്മെന്റും ഇമ്പോസ് ചെയ്യുന്നതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ രണ്ട് പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. മൈനർ പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യാനാണെങ്കിൽ വലിയ നടപടിക്രമമൊന്നും വേണ്ട. അപ്പം മൈനർ പണിഷ്മെന്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് സെൻഷർ. ഈ സെൻഷറിന് പകരം സാധാരണ എടുത്ത് വീശുന്ന ഒരു പണിഷ്മെന്റ് ഉണ്ട്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതൊന്ന് പറയാമോ? സെൻഷർ എന്ന് ഉള്ള പണിഷ്മെന്റ് പകരം എല്ലാവരെയും രക്ഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഒരു പണിഷ്മെന്റ്. അതിനേക്കാളും താഴ്ന്നത് യെസ്, വാണിംഗ്. ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണെ വാണിംഗ്. ഇത് എവിടെയെങ്കിലും ഉണ്ടോ ഈ നിയമപുസ്തകത്തിൽ? സത്യത്തിൽ എവിടെ ഇല്ല. വാണിംഗ് എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റേ ഇല്ല. പകരം ആ ഡിസിപ്ലിനറി അതോറിറ്റിക്ക് നിങ്ങളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ വാണിംഗും സെൻഷറും തമ്മിലുള്ള വ്യത്യാസം എന്താ? സെൻഷറാണ് ഏറ്റവും ചെറുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗ്രേഡ് അനുസരിച്ച് പോകുമ്പോൾ ഏറ്റവും ചെറുത് സെൻഷറാണ്. സെൻഷറാണെങ്കിൽ നിങ്ങളുടെ സെൻഷർ ചെയ്തു എന്ന് അല്ലെങ്കിൽ താക്കീത് ചെയ്തു എന്ന് കൃത്യമായിട്ട് എവിടെ പറയും? ആ സർവീസ് ബുക്കിനകത്ത് എഴുതി വെക്കും. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത് ഫൈനാണ്. അതായത് ഫൈൻ ഈടാക്കാം. ഫൈൻ ഈടാക്കുമ്പോൾ കുറേ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് വലിയ ഫൈനൊന്നും അങ്ങനെയൊന്നും ഈടാക്കാൻ പറ്റില്ല. ഫൈനിൻ്റെ ഈടാക്കുന്നതിനൊക്കെ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ വിത്ത് ഹോൾഡിങ്, അതായത് ഇൻക്രിമെൻ്റ് തടയുക. ഇതിനകത്തും ഒരു വലിയ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. ഇൻക്രിമെൻ്റ് തടയൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ
ടെമ്പററിയും അല്ലെങ്കിൽ വിത്തൗട്ട് ക്യുമുലേറ്റീവും ക്യുമുലേറ്റീവും ഉണ്ട് 2 ഇൻക്രിമെൻ്റ് തടയൽ. അതായത് ക്യുമുലേറ്റീവ് ആണെങ്കിൽ അറിയാമല്ലോ, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. മറ്റതാണെങ്കിൽ ഒരു കൊല്ലത്തേക്ക് തടഞ്ഞാൽ അടുത്ത കൊല്ലത്തെ ഇൻക്രിമെൻ്റ് കൂടെ മറ്റതും കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടും. അപ്പോൾ 1 വർഷത്തെ പൈസ പോകുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ ക്യുമുലേറ്റീവും വിത്തൗട്ട് ക്യുമുലേറ്റീവും തമ്മിലുള്ള വ്യത്യാസം ഈ റെഗുലേഷൻസിൽ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇതിനകത്തേക്ക് വരുമ്പോണ്ടല്ലോ, റെഗുലേഷൻസിലേക്ക് വരുമ്പോൾ റൂൾസിൽ അങ്ങനെ വ്യത്യസ്തം പറയുന്നുണ്ട്. പക്ഷേ റെഗുലേഷൻസിൽ വരുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും മൈനർ പണിഷ്മെൻ്റാണ്. അതായത് ക്യുമുലേറ്റീവും വിത്തൗട്ട് ക്യുമുലേറ്റീവും മൈനർ പണിഷ്മെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്ന റൂൾസ് പിന്നീട് അമെൻഡ് ചെയ്തു. അതായത് ഗവൺമെൻറ് കാര്യം റൂൾസ് 1960 പിന്നീട് അമെൻഡ് ചെയ്തിട്ട് ഈ വിത്ത് ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പം ആജീവനാന്ത നഷ്ടമാണ് ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്ക്, അത് പെൻഷനിൽ വരെ ബാധിക്കും. ലക്ഷക്കണക്കിന് രൂപ ചിലപ്പോൾ പോയെന്ന് വരാം. അപ്പോൾ അത് കുറച്ച് മേജർ ആയതുകൊണ്ട് റൂൾസിൽ അതിനെ എടുത്തിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോമൻ 1 to 4 എന്ന് പറയുന്നതിൽ നിന്ന് അപ്പുറത്ത് 5ൽ കൊണ്ടുപോയിട്ട് 5A എന്ന് പറയുന്ന ക്ലോസ് ചേർത്ത് അതിനകത്ത് വിത്ത് ക്യുമുലേറ്റീവ് അതിനകത്ത് കൊണ്ട് ചേർത്തു. പക്ഷെ നമ്മുടെ റെഗുലേഷൻസിൽ എന്ത് ചെയ്തു, ഇപ്പോഴും അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സെൻഷർ, ഫൈൻ, അത് കഴിഞ്ഞ് ഇൻക്രിമെൻ്റ് തടയൽ രണ്ടും അതിനകത്ത് വരും. അതുകൊണ്ട് ചില കേസുകളിൽ ബോർഡ് അങ്ങനെ ഒരു വാദവും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയാണെന്നുള്ള വാദം പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. അതിനുശേഷം റിക്കവറി ഫ്രം പേ, അതായത് 4മത്തെയാണ് നമ്മുടെ നഷ്ടം, ബോർഡിനുണ്ടായ നഷ്ടം ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുക. അതൊക്കെ മൈനർ പെനാൽറ്റികളാണ്. ഇനി മേജർ പെനാൽറ്റിയിലേക്ക് കിടക്കുമ്പോൾ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിമോട്ട് ചെയ്യുക, സ്ഥാനത്ത് നിന്ന് താഴേക്ക് കൊണ്ടുവരിക. അതുപോലെ ഡിസ്മിസ് ചെയ്യാം, സർവീസിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യാം. ആ ഡിസ്മിസൽ എന്താണ്, ആജീവനാന്തം നമ്മളെ ബാധിക്കും. അതായത് ആ സർവീസിൽ നിന്ന് നമ്മൾ KSBയിൽ നമ്മൾ പോയാൽ പോലും വേറെ എവിടെ പോലും നമുക്ക് ജോലിക്ക് കയറാനും ഒന്നും പറ്റില്ല, നമുക്ക് ഒരു ആനുകൂല്യമില്ല. അപ്പം തന്നെ നമ്മൾ ഡിസ്മിസ് ചെയ്ത് പറഞ്ഞു വിടുകയാണ്, ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നാൽ റിമൂവൽ വേറൊരു ശിക്ഷയാണ്. റിമൂവൽ ആ മേജർ പെനാൽറ്റി വന്നാൽ പോലും നമുക്ക് വേറൊരു സർവീസ് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല, അത് നമ്മളെ തടയില്ല. അതുപോലെ തന്നെയാണ് വേറൊന്ന് വരുന്നത് പെൻഷനിലെ റിഡക്ഷൻ. സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇയാളുടെ പെൻഷൻ 20% തടയാൻ തീരുമാനിച്ചു ബോർഡ്. അച്ചടക്ക നടപടി പൂർത്തീകരിച്ചുകൊണ്ട് ഇയാളുടെ ആജീവനാന്ത പെൻഷൻ 20% തടഞ്ഞ് കൊണ്ടുള്ള ഉത്തരവിറക്കിയെന്ന് പറഞ്ഞാൽ ആ പെൻഷൻ 20% നഷ്ടപ്പെട്ടു. അതും വലിയൊരു മേജർ പെനാൽറ്റിയാണ്. ഇനി എങ്ങനെയാണ് ഡിസിപ്ലിനറി ആക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റേജാണ് ഇഷ്യൂ ഓഫ് മെമ്മോ ഓഫ് ചാർജസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മെമ്മോ ഓഫ് ചാർജസ് എന്ന് പറയാം, ചാർജ് മെമ്മോ എന്ന് പറയാം, ചാർജ് ഷീറ്റ് എന്ന് പറയാം, കുറ്റപത്രം എന്നും പറയാം. നമ്മളിതിനകത്ത് എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ചാർജ് മെമ്മോ. ചാർജ് മെമ്മോ എന്ന് പറയും, ശരിയാണ്. മെമ്മോ ചാർജസ് എന്ന് പറയണമെന്നില്ല. ആ ചാർജ് മെമ്മോ കിട്ടുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഞാൻ അനധികൃതമായിട്ട് 35 മീറ്ററിൽ WP കൊടുക്കേണ്ടത് അവസാനിക്കേണ്ടതിന് പകരം ഞാൻ 36 മീറ്ററിൽ WP കണക്ഷൻ കൊടുത്തു. സ്വാഭാവികമായിട്ടും ഒരാൾ പരാതി കൊടുത്തപ്പം AXC പോയി അന്വേഷിച്ചു, ഒരു റിപ്പോർട്ട് കൊടുത്തു. എക്സ് എന്ന് പറയുന്ന ഓവർസിയർ ഇന്ന സെക്ഷനിൽ 36 മീറ്ററിൽ WP കൊടുത്തു, അതുകൊണ്ട് ബോർഡിന് എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറയും. ഈ ലെറ്റർ കിട്ടുന്ന താമസം ഡിസിപ്ലിനറി അതോറിറ്റി ആയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇദ്ദേഹത്തിന് ചാർജ് മെമ്മോ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അതിലെന്ത് പറയും, നിങ്ങൾ ഇന്ന ദിവസം ഇന്നയാൾക്ക് ഇന്ന സർവീസ് നമ്പറിൽ കൺസ്യൂമർ നമ്പറിൽ ഒരു കണക്ഷൻ കൊടുത്തു, അതിന് 35 പകരം 36 മീറ്റർ ഉണ്ടായിരുന്നു, നിങ്ങൾ ബോർഡിന് നഷ്ടം വരുത്തി, അതുകൊണ്ട് നിങ്ങൾ ഡെർലിഷൻ ഓഫ് ഡ്യൂട്ടി ഉണ്ട്, ടാർണിഷിംഗ് ദ ഇമേജ് ഉണ്ട്, അതായത് ബോർഡിൻ്റെ പ്രതിച്ഛായ കളങ്കം വരുത്തി, നിങ്ങൾ കൃത്യവിലോപം വരുത്തി. ഈ 2 സാധനവും ഏറ്റവും അവസാനം എല്ലാ കുറ്റത്തിൻ്റെയും ഏറ്റവും അവസാനത്തെ ചാർജായി ഉണ്ടാവും. ബാക്കിയുള്ള ചാർജുകളൊക്കെ ആ കുറ്റത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് കിട്ടിയ ഈ മെമ്മോ ചാർജസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മെമ്മോ ചാർജസിന് കുറച്ചും കൂടെ പ്രത്യേകതകളുണ്ട്. ജസ്റ്റ് പറയാം, അത് ബ്രീഫായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പിന്നെ കാർഡടച്ച് വെടിവെച്ച് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമയം പറയണം, സ്ഥലം പറയണം, ഡേറ്റ് പറയണം, ചെയ്ത കുറ്റം എന്താണ് കൃത്യമായിട്ട് പറയണം. അതുപോലെ ഒരു കുറ്റം പല മെമ്മോ ചാർജസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഒരാൾ ഈ സർവീസ് കണക്ഷൻ കൊടുത്തതിന് എസ്റ്റിമേറ്റ് എടുത്തതിന് ഒരു ചാർജ് മെമ്മോ, പിന്നെ കണക്ഷൻ എഫക്ട് ചെയ്തതിന് വേറെ ചാർജ് മെമ്മോ, അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. ആ ഇൻസിഡൻറ്റ് ഒറ്റ ഇൻസിഡൻ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് അതിന് സിംഗിൾ ആയിട്ടുള്ള ചാർജ് മെമ്മോ എടുക്കണം. ഇനി നേരെ തിരിച്ചു സംഭവിക്കാം. എന്താണ്, പല ഒഫൻസ് കൂട്ടിച്ചേർത്തിട്ട് ഒറ്റ ചാർജ് മെമ്മോ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഇതെല്ലാം കൂടെ കിടക്കട്ടെ, ആ പോകുന്ന വഴിക്ക് ലൈൻമാനെ ഇയാൾ തല്ലി, അതുകൂടെ ഒരുമിച്ച് നമുക്ക് ഒറ്റ മെമ്മോ ചാർജസ് കൊടുത്തിട്ട് വേഗം തീർക്കാലോ എന്ന് പറയാൻ പാടില്ല. അത് വേറെ കുറ്റം, ഇത് വേറെ കുറ്റം.
ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അലിഗേഷൻ വേണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു മെമ്മോ ചാർജസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അലിഗേഷൻ, അതായത് കുറ്റപത്രവും കുറ്റാരോപണ പത്രികയും ഈ മെമ്മോ ചാർജസിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇത് കിട്ടിയവർക്കറിയാം, കിട്ടിയ ഭാഗ്യവാന്മാർക്കറിയാം. ഈ രണ്ട് സാധനവും നമുക്ക് ഒരുമിച്ച് തന്നെയാണ് തരിക. അതെന്താണെന്ന് വെച്ചാൽ കുറ്റാരോപണ പത്രികയിൽ പറയുന്നത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് പറയും. അന്ന് നടന്ന സംഭവങ്ങൾ കുറച്ച് കൂടി അങ്ങ് വിശദമായിട്ട് വിവരിക്കുന്നതാണ് കുറ്റാരോപണ പത്രിക. എന്നാൽ കുറ്റാരോപണ പത്രികയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഊറ്റിയെടുക്കുന്ന സ്പെസിഫിക് ആയിട്ട് പ്രിസൈസ് ആയിട്ട് പറയുന്ന കുറ്റമാണ് മെമ്മോ ചാർജ് അല്ലെങ്കിൽ ചാർജ് മെമ്മോ. അതിൻ്റെ കൂടെ കുറ്റാരോപണ പത്രികയിൽ ഈ കുറ്റപത്രം ഉണ്ടാക്കുവാൻ ഉപയോഗിച്ച ഡോക്യുമെൻ്റ്, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെന്ന് പറയാമോ? ആലോചിച്ച് നോക്ക്, എന്തായിരിക്കാം? ഒരു വയർമാൻ, ഹലോ 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 ഒരു വയർമാൻ പരാതി കൊടുത്തിട്ടുണ്ടാവാം. ഒരു വഴി ഞാൻ പറഞ്ഞ ഉദാഹരണം മാത്രമാണ്. ആ പരാതിയുടെ പേരിലായിരിക്കാം AXC നടപടി എടുത്തിട്ടുണ്ടാവുക. ആ AXCയുടെ റിപ്പോർട്ടും ഈ പരാതിയും ഈ AXC ചിലപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവാം, ഈ കണക്ഷൻ കൊടുത്ത ലൈൻമാനോട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവാം. അതും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ കുറ്റപത്രത്തിന്റെ ആധാരമാക്കിയ രേഖകൾ, കുറ്റപത്രം ചമയ്ക്കാൻ ആധാരമാക്കിയ രേഖകൾ എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അലിഗേഷൻസിൽ അല്ലെങ്കിൽ കുറ്റാരോപണ പത്രികയിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ കേസ് അല്ലെങ്കിൽ ഈ വിചാരണ നടക്കാനുള്ള അടിസ്ഥാന രേഖകളാണ്. ഞാൻ ഈ പറഞ്ഞ രേഖകളൊക്കെ കേസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വിചാരണ തുടങ്ങുമ്പോൾ പ്രോസിക്യൂഷൻ ഡോക്യുമെന്റ് PD ആയിട്ട് മാറും. അറിയാമല്ലോ എങ്ങനെ? കാരണം വാദിഭാഗം ആദ്യം ഇതാണ് വെക്കുക. ഈ ഡോക്യുമെൻ്റൊക്കെ ആദ്യം ഡിസിപ്ലിനറി അതോറിറ്റി ആയ എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യും? ഈ മറുപടി കിട്ടുന്നതിന് ശേഷം ഇത് ഒരു എൻക്വയറി ഓഫീസറെ നിയമിക്കും, ഒരു പ്രസന്റിംഗ് ഓഫീസറെ നിയമിക്കും, അവർക്കിത് കൈമാറും. അതോടുകൂടി ഡിസിപ്ലിനറി അതോറിറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ എപ്പോഴാണ് ഡിസിപ്ലിനറി അതോറിറ്റി ആക്ട് ചെയ്യാൻ തുടങ്ങുക? ഇതെല്ലാം കഴിഞ്ഞ് അന്വേഷണം കഴിഞ്ഞ് തിരിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് പിന്നെ ഡിസിപ്ലിനറി അതോറിറ്റിക്ക് റോളുള്ളൂ. ഇനി നമ്മൾ റിപ്ലൈ കൊടുക്കുകയാണ്. സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ, അതായത് ഈ കുറ്റവാളി അല്ലെങ്കിൽ കുറ്റാരോപിതം കൊടുക്കുന്ന മറുപടി സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ഡിസിപ്ലിനറി അതോറിറ്റി ആ കേസ് അവിടെ വെച്ച് അവസാനിപ്പിക്കും. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും കേസ് നിങ്ങളുടെ അനുഭവത്തിൽ? ഒരിക്കലും അത് സംഭവിക്കാറില്ല. എന്ത് സാറ്റിസ്ഫാക്ടറി ആണെങ്കിലും ഞാനെന്തിനാ ഇവനെ ഒഴിവാക്കിയിട്ട് ഈ പരാതി കേൾക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അത് അന്വേഷിച്ച് വരട്ടെ, നിരപരാധിയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ഞാൻ ഒഴിവാക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ വിടും. എങ്ങനെ? അത് പ്രസക്തമായ ചോദ്യമാണ്. നമുക്ക് എന്തായാലും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല, നമ്മൾ ആർക്കും അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ചെയ്യുന്ന ധൈര്യമുള്ള ഓഫീസർമാരുണ്ട്. അടുത്തത് നോട്ട് സാറ്റിസ്ഫാക്ടറി ആണ്, അതായത് തൃപ്തികരമല്ല മറുപടി. സ്വാഭാവികമായിട്ട് എന്തിനു വിടും? എൻക്വയറിക്ക് വിടും. ഇനി ഒരു റിപ്ലൈയും സമർപ്പിച്ചില്ല എന്ന് വിചാരിക്കുക. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം വരുന്നത്. റൂൾസിലാണെങ്കിൽ, സർക്കാരിലാണെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്പാർട്ടി ആയിട്ട് മുന്നോട്ട് പോവാം. പ്രസന്റിംഗ് ഓഫീസറെയും അതുപോലെ തന്നെ എൻക്വയറി ഓഫീസറെ നിയമിച്ച് അവർക്ക് എൻക്വയറി ആയിട്ട് അപ്പോൾ എൻക്വയറിക്ക് സമയത്ത് നോട്ടീസ് കൊടുക്കും, അന്നേരം വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും മതി. പക്ഷെ നമ്മുടെ സ്റ്റാൻഡിംഗ് ഓർഡറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇയാൾക്കെതിരെ ഇനി റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്നും നോക്കാനില്ല, അയാൾ അപ്പം തന്നെ എന്ത് ചെയ്യാം? ശിരച്ഛേദം ചെയ്തോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ നടപടി നമ്മൾ എടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം, ഇത് കൂടുതൽ ആർക്കും അറിയില്ല. എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകും. പിന്നെ അതിനകത്ത് നേരത്തെ പറഞ്ഞ ഒരു സ്വാഭാവിക നീതിയുടെ നിഷേധം ഇല്ലേ? അയാൾ പറയുകയാണ്, എനിക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മറുപടി കൊടുക്കാൻ വൈകിയത് അല്ലെങ്കിൽ മറുപടി കൊടുക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ ഈ കുറ്റമെല്ലാം കണ്ടെത്തി അയാളെ ശിക്ഷിച്ച് കഴിയുമ്പോൾ കോടതി പോയാൽ കോടതി എന്ത് പറയും? വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്, അതുകൊണ്ട് വീണ്ടും കേൾക്കണം എന്ന് പറയും. അപ്പോൾ അതിന് ആരും നിൽക്കാറില്ല.
ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാറില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞു, ഡിസിപ്ലിനറി അതോറിറ്റി ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു, കണ്ടു, ബോധ്യപ്പെട്ടു ഇയാൾ കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ് ഡിസിപ്ലിനറി അതോറിറ്റിക്ക് തോന്നുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻക്വയറിക്ക് ഓർഡർ ഇടുന്നു. എൻക്വയറിക്ക് ഓർഡർ ഇടുമ്പോൾ തന്നെ ആ ഓർഡറിൽ ഒരു എൻക്വയറി ഓഫീസറെയും അതുപോലെ തന്നെ ഒരു പ്രസൻറ്റിംഗ് ഓഫീസറെയും നിശ്ചയിക്കുന്നു. അതായത് ഞാനിപ്പോൾ നേരത്തെ ക്രിമിനൽ കോടതിയിൽ പറഞ്ഞ പോലെ പ്രോസിക്യൂഷൻ്റെ വക്കീലിനെ നിയമിക്കുന്നു, ജഡ്ജിയെയും നിയമിക്കുന്നു. ഈ രണ്ടുപേരും സത്യത്തിൽ ഇവർ ഡിസ്കസ് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി നോക്കിയേ. ക്രിമിനൽ കേസിൽ വക്കീലും ജഡ്ജിയും ചേംബറിൽ പോയിരുന്ന് സംസാരിക്കാറുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഈ ഇതിനെയും അകത്തുള്ള കാര്യം. പക്ഷേ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ എൻക്വയറീൻ്റെ സിറ്റിങ്ങിൻ്റെ സമയത്ത് എൻക്വയറി ഓഫീസറും പ്രസൻറ്റിംഗ് ഓഫീസറും ഏതൊക്കെ ചോദ്യം ചോദിക്കുന്നത് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. അങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ആ പ്രവണത വയനാട്ടിലുണ്ടായിരുന്നു. ഞങ്ങളത് കർശനമായിട്ട് പറഞ്ഞ ശേഷം അവർ അങ്ങനെ ഇപ്പോൾ പരസ്യമായിട്ട് ഇരിക്കാറില്ല. അതിന് മുമ്പുള്ള ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് മാത്രമേ വരാറുള്ളൂ. അപ്പം ഒരിക്കലും പാടില്ല. നിങ്ങളത് ചലഞ്ച് ചെയ്തോളൂ. കാരണം അതായത് നിയമവ്യവസ്ഥയിൽ പ്രോസിക്യൂഷൻ വക്കീല് ഒരു കാരണവശാലും ജഡ്ജിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടില്ല, ജഡ്ജിയും അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല. ജഡ്ജി ബയാസ്ഡ് അല്ല, ജഡ്ജി നിഷ്പക്ഷനായിട്ട് അവിടെ ഇരിക്കുകയാണ്. കുറ്റമുണ്ടോ, തെളിവുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കും, തെളിവില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇയാളെ വെറുതെ വിടും. സിവിൽ കേസിൽ അങ്ങനെയാണോ? സിവിൽ കേസിൽ അങ്ങനെയല്ല. സിവിൽ കേസിൽ ഈ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് തെളിവുകൾക്ക് ചില പ്രാധാന്യങ്ങളുണ്ട്. സിവിൽ കേസിലുള്ള പ്രാധാന്യമല്ല ക്രിമിനൽ കേസിൽ. ക്രിമിനൽ കേസിലെ തെളിവുകളുടെ ഒരു നേച്ചർ അല്ല സിവിൽ കേസിൽ വരാൻ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ക്രിമിനൽ കേസിൽ ഒരു കൊലപാതകം കണ്ടു എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ കൊലപാതകം കണ്ടു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തന്നെ മതി അയാൾക്ക് കൊലക്കയർ കൊടുക്കാൻ. അല്ലേ? ഇനഫല്ലേ? ധാരാളം. അയാൾ കണ്ടു, ഞാൻ നേർ ദൃക്സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ആ കാര്യം മാത്രം മതി. അപ്പം ആലോചിച്ച് നോക്ക്, അവിടെ 100% കൺവിക്ഷൻ അല്ലെങ്കിൽ ജഡ്ജിക്ക് ബോധ്യം വേണം ഇയാൾ കണ്ടു എന്നുള്ളത്. അതുകൊണ്ടാണ് ക്രിമിനൽ കേസിൽ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു കലയുണ്ട്. അത് കലയാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ? എവിഡൻസ് ആക്ടിനകത്ത് ക്രോസ് എക്സാമിനേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെങ്കിലും എപ്പോഴെങ്കിലും കോടതിയിൽ പോകുമ്പോൾ കോടതിയിൽ സാക്ഷിക്കൂട്ടിൽ കയറി എന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സാക്ഷിയോ പ്രതിയോ ഏതെങ്കിലും കൂട്ടിൽ ഉണ്ടല്ലോ. നിങ്ങളോട് ചില സമയത്ത് അരോചകമായ ചോദ്യം ചോദിക്കാറില്ലേ വക്കീല്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥനായാലും DYSP ആയാലും SP ആയാലും വക്കീലിട്ട് കൊടയും, ഒരു സംശയം വേണ്ട. എന്താ? അത് വക്കീലിന്റെ സ്വാതന്ത്ര്യ. വക്കീലിന് എന്ത് പറയാം? ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ചോദിക്കാം. അയാളുടെ ക്രെഡിബിലിറ്റി തകർക്കാം, അയാളുടെ മോറൽ സൈഡ് ചോദ്യം ചെയ്യാം, അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെല്ലാം. നിങ്ങൾക്ക് എത്ര ഭാര്യയുണ്ടെന്ന് ചോദിക്കാം, നിങ്ങൾ എത്ര കല്യാണം കഴിച്ചു എന്ന് ചോദിക്കാം. ഇതൊന്നും ചോദിച്ചാലൊന്നും ജഡ്ജി മിണ്ടില്ല. കാരണം എന്താ? ഇയാൾ പറയുന്ന, അതായത് ഈ സാക്ഷി പറയുന്ന സാക്ഷ്യം അല്ലെങ്കിൽ ആ ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ വേറെ ആളുടെ കൊലക്കയറിലേക്കാണ് നീങ്ങുക. അല്ലേ? ഇയാൾ ഇത്രയൊക്കെ ഒരു കാര്യം ഞാൻ കണ്ടു എന്ന് വെറുതെ കൂളായിട്ട് പറഞ്ഞാൽ അത് അതേപടി തന്നെ ജഡ്ജി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവനാണ് ജഡ്ജി ആ പേന കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ 146 പറയുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ അറ്റാക്ക് ചെയ്യാം. ആ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. ലേഡീസ് ഇതേപോലെ വന്ന് കൂട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ മോറൽ സൈഡ് ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഉദാഹരണം, ഒരു 376 എന്ന് പറയുന്ന റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടാന്ന് വിചാരിക്കുക. ഈ ലേഡി സാക്ഷിക്കൂട്ടിൽ കയറി നിൽക്കുകയാണ്, അത് സാക്ഷിയായിട്ടോ പരാതിക്കാരിയുമായിട്ട് നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കാൻ പാടില്ല, നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ കൂടെ വന്നിട്ടില്ലേ, നിങ്ങൾ എൻ്റെ കൂടെ നെയ്യാർ ഡാമിൽ വന്നിട്ടില്ലേ, അല്ലെങ്കിൽ കന്യാകുമാരി ടൂർ പോയിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അത് ലേഡീസിൻ്റെ പ്രിവിലേജാണ്. അതായത് അവിടെ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായത് നിങ്ങളുടെ കൺസെൻറ്റ് കൊണ്ടാണ്, നിങ്ങൾ സമ്മതിച്ചുകൊണ്ടല്ലേ പോയത് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് ഈ കുറ്റത്തിന് ഒഴിവാവാൻ പാടില്ല. അത് നിയമത്തിൽ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ മോറൽ ക്യാരക്ടറോ അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് ഉണ്ട് എന്ന് സമ്മതിപ്പിക്കാനുള്ള വ്യാജേനയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. നമ്മൾ തിരിച്ചു വരാം. അങ്ങനെ ഈ പറയുന്ന ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കൃത്യമായ നല്ലൊരു ആയുധമാണ്. ആ ക്രോസ് എക്സാമിനേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. ആ ചോദ്യങ്ങൾ മിടുക്കനായ വക്കീലിന്റെ
കഴിവ് പോലെ ഇരിക്കും. അതാണ് ചില കേസുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് കെ ബാബു MLA തെരഞ്ഞെടുപ്പ് കേസിൽ രക്ഷപ്പെട്ടു അല്ലേ? ബാബു MLA ഭാഗത്താണ് ന്യായമെന്ന് കോടതി കണ്ടെത്തി. അതിനകത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അയ്യപ്പന്റെ പടമുള്ള സ്ലിപ്പ് വിതരണം ചെയ്തു എന്നുള്ളതായിരുന്നു. നമ്മുടെ മിടുക്കനായ ക്രോസ് എക്സാം ചെയ്ത വക്കീല് ഇയാളുടെ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു CPM പാർട്ടി പ്രവർത്തനമായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവും. ആ പാർട്ടിയുടെ കേസ് കൊടുത്ത ആളുടെ അതേ പാർട്ടിക്കാരൻ വന്നു. പാർട്ടിക്കാരൻ വന്നപ്പം എന്ത് ചെയ്തു? നേരെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കണ്ടതാണ്, അയ്യപ്പന്റെ ചിത്രമുള്ള സ്ലിപ്പാണ് കൊടുത്തത് എന്ന് പറഞ്ഞു. നമ്മുടെ സമർത്ഥനായ വക്കീൽ ചോദിച്ചു, നിങ്ങൾ അയ്യപ്പ ഭക്തനാണല്ലേ? ഞാൻ അയ്യപ്പ ഭക്തനാണ്. അയ്യപ്പൻ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. ശബരിമലയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്. അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചതാണ്, നിങ്ങളുടെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. നിങ്ങളുടെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രം. അതിന് അയാൾക്ക് മറുപടി ഇല്ല. കാരണം എന്താ? ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പാർട്ടി കൊണ്ടുവന്ന ഒരു ആളായിരുന്നു ആ സാക്ഷി പറഞ്ഞത്. കോടതി വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞു, അയാള് തന്ന ഈ സാക്ഷ്യം വിശ്വസനീയമല്ല. അപ്പം നമുക്ക് മനസ്സിലായോ ക്രോസ് എക്സാമിനേഷൻ്റെ ഒരു പ്രാധാന്യം? അത് ഒരു കല തന്നെയാണ്. ഇനി നമ്മൾ നേരെ കടക്കുകയാണ്. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഡിസിപ്ലിനറി അതോറിറ്റി ഒരു എൻക്വയറി ഓഫീസറെ നിശ്ചയിച്ചു. ആ എൻക്വയറി ഓഫീസർ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മിക്കവാറും AXC-മാരായിരിക്കും. ഇനി AXC കിട്ടാത്ത വല്ല സാഹചര്യം വന്നാൽ AXC ഗ്രേഡ് വാങ്ങിയ ഇതിനൊക്കെ നിയമിക്കാം. ഇനി എൻക്വയറി ഓഫീസർ ആരാവണമെന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. അതായത് ഈ AE ആണ് കുറ്റവാളിയെങ്കിൽ വേറൊരു AEക്ക് ആയിക്കൂടാതൊന്നുമില്ല. അല്ലെങ്കിൽ AXC ആണ് കുറ്റവാളിയെങ്കിൽ വേറെ AXCക്കും ആവാം. സമമായ റാങ്കിലും ആവാം, മുകളിലേക്കും ആവാം. അതിനകത്ത് റാങ്കിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ആരെ വേണമെങ്കിലും നിയമിക്കാം. പക്ഷേ നമുക്ക് അഭിലഷണീയമായതുള്ളത് എന്താ? അയാളുടെ ഒരു സീനിയർ ആയിട്ടുള്ള ആളെ ആക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ? ആ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ കുറ്റവാളിയാണോ അല്ലോ എന്ന് കണ്ടുപിടിക്കുന്നതിന് സീനിയർ ആയിട്ടുള്ള ഒരാളായിരിക്കും എപ്പോഴും നല്ലത്. ഇനിയാണ് നമ്മൾ എൻക്വയറിയിൽ കിടക്കുകയാണ്. ആദ്യത്തെ ദിവസം എല്ലാവരും വന്നിരിക്കുമ്പോൾ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ ചിത്രത്തിൽ? എൻക്വയറി ഓഫീസർ, പ്രസന്റിംഗ് ഓഫീസർ, ഡെലിംഗ്വന്റ്. ഞാനത് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ കൊണ്ട് പറയാണ്. ഡെലിംഗ്വന്റ് അല്ലെങ്കിൽ കുറ്റാരോപിതൻ, കുറ്റം ആരോപിക്കപ്പെടുന്ന ആള്. ഇത്രയും പേര് ആദ്യത്തെ ദിവസം ചെല്ലുന്നു. ആ ചെല്ലുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പോയി അല്ലേ? ചോദ്യം ഞാനങ്ങ് പറയാം. എൻക്വയറി ഓഫീസർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചാർജിൻ്റെ അല്ലെങ്കിൽ ചാർജുകളുടെയും ചാർജിന് ആധാരമായ ആരോപണത്തെ സംബന്ധിച്ച സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെയും പകർപ്പ് കിട്ടിയിട്ടുള്ളതും അതിന് നിങ്ങളുടെ ലിഖിതമായ വിശദീകരണം സമർപ്പിച്ചിട്ടുള്ളതുമാണ്. ഈ വാക്കാലുള്ള അന്വേഷണ വിചാരണ തുടരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? നിങ്ങൾ ഈ കുറ്റം സമ്മതിക്കുന്നുവോ എന്ന് ചോദിക്കും. കാരണം അതും സമ്മതിക്കുന്നോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി കുറ്റം പുള്ളി നിഷേധിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു സ്വാഭാവിക നീതി ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങൾ ഈ കുറ്റം ചെയ്തതാണോ എന്ന് ചോദിക്കും. നമ്മളെന്ത് പറയും? ഇല്ല എന്ന് തന്നെ പറയും. നമ്മുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി നമ്മളില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ പറയുന്ന ഭാഗത്ത് പറയും, എനിക്ക് നിങ്ങൾക്ക് സഹായം വേണമെന്ന് വേണമെങ്കിൽ ഈ അതോറിറ്റി എൻക്വയറി ഓഫീസർക്ക് ചോദിക്കാം. ഇനി ചോദിച്ചില്ലെങ്കിൽ അങ്ങോട്ട് തന്നെ പറയാം, എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയാത്തതിനാൽ എനിക്കൊരു സഹായിയെ വേണം എന്നാവശ്യപ്പെടാം. ആ സഹായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടയർഡ് എംപ്ലോയി ആവാം, ട്രേഡ് യൂണിയൻ ലീഡർ ആവാം, ബോർഡിൽ സർവീസിലുള്ള ആളും ആവാം. അങ്ങനെയുള്ള ഒരാളെ എനിക്ക് സഹായി അനുവദിച്ച് തരണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ വാങ്ങി വെക്കുന്നു. അന്ന് വേറെ ഒന്നും നടക്കുന്നില്ല. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നടക്കും. പ്രസന്റിംഗ് ഓഫീസർ, അതായത് വാദിഭാഗം വക്കീലിനോട് നിങ്ങൾ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്ന സാക്ഷികളുടെ ലിസ്റ്റ് തരാൻ പറയും. അപ്പോൾ അവർ കുറേ ലൈൻമാൻ്റെയും ഓവർസറുടെയും ഇദ്ദേഹത്തെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ ആൾക്കാരെ സാക്ഷികളാക്കിക്കൊണ്ട് പേര് കൊടുക്കും. അപ്പോൾ അത് അന്നത്തെ സിറ്റിംഗ് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് പിരിയുന്നു, അടുത്ത സിറ്റിംഗ് ഇത്രാം തീയതി ഇന്ന സമയത്ത് വെച്ച് ചേരുമെന്ന് പറയുന്നു. അത് പറയുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും റെക്കോർഡിക്കലി അവർക്ക് നോട്ടീസ് തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് കഴിഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രയലിൻ്റെ സ്റ്റേജ് ആരംഭിക്കുക. എക്സാമിനേഷൻ ഇൻ ചീഫ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രോസ് എക്സാമിനേഷൻ മുമ്പുള്ള ഒരു പ്രക്രിയയാണ്. ഇത് സാക്ഷി വിസ്താരം എന്നാണ് പറയുക. ഈ സാക്ഷി വിസ്താരം പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയ ശേഷം തുടങ്ങുമ്പോൾ എന്താ പറയുക? ആദ്യം ചോദിക്കും, നിങ്ങൾ
കേൾക്കുന്നുണ്ടോ? ലാസ്റ്റ് സാക്ഷി വിസ്താരം തുടങ്ങുകയാണ്. ഹലോ ഹലോ, ഞാൻ എന്താ പറയുക, ഞാൻ എപ്പോഴും അതിൻ്റെ മുമ്പ് തന്നെ. ഹലോ, സാക്ഷി കേൾക്കുന്നില്ലേ? പറയണം കേട്ടോ, ഈ മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. സാക്ഷി വിസ്താരം തുടങ്ങിയാണ്. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ എന്നാണ് സർവീസിൽ വന്നത്? നിങ്ങൾ ഏത് തസ്തികയിലാണ് ജോലി ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് പതിയെ പതിയെ കുറ്റത്തിലേക്ക് കടക്കും. നിങ്ങൾക്കറിയാലോ, ആ ചോദ്യങ്ങൾ ഇനി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആ കുറ്റങ്ങളിലേക്ക് കടക്കുമ്പോൾ ഓരോന്നായിട്ട് പ്രോസിക്യൂഷൻ വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. നമ്മൾ ചെയ്ത കുറ്റങ്ങളെ എങ്ങനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊന്നും പറയാൻ നിർവാഹമില്ല. കാരണം നമുക്കവിടെ അന്നേരം കൗണ്ടർ ചെയ്യാനുള്ള ഒരു അധികാരവുമില്ല. ആ കൗണ്ടർ ചെയ്യുന്ന അവസരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ചീഫ് എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്രോസ് എക്സാമിനേഷൻ ആരംഭിക്കും. അപ്പം തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് എടുക്കാം. എന്തിനാണത്? ഈ ചോദ്യങ്ങൾ നമുക്കെതിരെയുള്ള തെളിവുകളായിരിക്കും അതിൻ്റെ ഉത്തരം. അതിന് നമുക്ക് കൗണ്ടർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് മറു ചോദ്യം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനാണ് ഈ ഓവർസിയർ പറഞ്ഞിട്ടാണ് ഞാൻ ആ കണക്ഷൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ആ ഓവർസിയർ അന്ന് ഡ്യൂട്ടിയിൽ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ലൈൻമാൻ നമ്മൾ ക്രോസ് ചെയ്യാണ്. നിങ്ങൾ ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ എന്താ ചെയ്തത്? ഞാൻ ഓവർസിയറെ വിളിച്ചിരുന്നു, അയാൾ പറഞ്ഞ പ്രകാരമാണ് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ഇയാൾ ഡ്യൂട്ടിയിൽ ഇല്ലെങ്കിൽ, ഈ ഓവർസിയർ ഡ്യൂട്ടിയിൽ ഇല്ലെങ്കിൽ അയാൾ ഡ്യൂട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുക. ആരോട്? ഈ വാദിഭാഗം സാക്ഷിയോട്. ഉണ്ടായിരുന്നു പറയും. നമ്മൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഒരു പ്രൂഫ് വെക്കാം. നമ്മൾ ആ ദിവസം ക്യാഷ്വൽ ലീവ് ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അറ്റൻഡൻസിൻ്റെ രജിസ്റ്ററിൻ്റെ കോപ്പി ഇവിടെ വെച്ചാൽ ആ വാദം പൊളിഞ്ഞു. അങ്ങനെ ഓരോ വാദവും പൊളിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചീഫ് എക്സാമിനേഷൻ നടന്നു, മറുപടിയായിട്ട് നമ്മൾ ക്രോസ് എക്സാമിനേഷൻ നടത്തി. ക്രോസ് എക്സാമിനേഷനിൽ നമ്മൾ ആദ്യം കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയുള്ള ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാം. നിങ്ങളെപ്പോൾ വന്നു, സർവീസിൽ വന്നു, നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ ചോദിക്കാം. കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 6 മാസമായിട്ടുള്ള വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് പിന്നീട് ഉപകാരപ്പെടും. അപ്പോൾ ചീഫും ക്രോസും കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ചെയ്യാണ്, റീ എക്സാം ചെയ്യും. അവിടെ ആര്? പ്രോസിക്യൂഷൻ്റെ വക്കീൽ. അതെന്തിനായിരിക്കാം? എന്തിനായിരിക്കാമെന്ന് അറിയോ? ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർസിയർ ലീവാണെന്ന് പറഞ്ഞ് നമ്മൾ കൗണ്ടർ ചെയ്തു. അപ്പം പ്രോസിക്യൂഷൻ്റെ വക്കീലിന് തോന്നുകയാണ്, ഐശ്വടാ അതങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഈ കേസ് മുഴുവൻ ഇതോടുകൂടി പോവുമല്ലോ എന്ന് പറയുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ വക്കീൽ അടുത്ത റീ എക്സാം ചെയ്യുകയാണ്. നിങ്ങൾ ഈ പറയുന്ന ഓവർസിയറെ നിങ്ങൾ വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നിങ്ങൾ വിളിച്ചത്? ഞാൻ ഫോണിൽ വിളിച്ചു. ഫോണിൽ വിളിച്ചപ്പോൾ ഓഫീസിലാണെന്ന് പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പോൾ ഫോണിൽ വിളിച്ചാൽ വീട്ടിലിരുന്നും അത് അറ്റൻഡ് ചെയ്യാം അല്ലേ? അപ്പോൾ അയാൾ ഓവർസിയർ എസ്റ്റിമേറ്റ് എടുത്ത സമയത്തുള്ള കാര്യങ്ങൾ ചോദിച്ചു, അതങ്ങനെ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ആര് ജയിച്ചു? പ്രോസിക്യൂഷൻ ജയിച്ചു. റീ എക്സാം വഴി പ്രോസിക്യൂഷന് അവസരം കിട്ടി ഇയാളെ ആ കുറ്റം വീണ്ടും ഇയാളുടെ മുകളിൽ, നമ്മളെ ഡെലിഗന്റിൻ്റെ മുകളിൽ ചാർത്താൻ വേണ്ടി. ഇനി ഈ റീ എക്സാം നടത്തി കഴിഞ്ഞാൽ റീ ക്രോസ് എക്സാമിനേഷൻ നടത്താം. 4 സ്റ്റേജാണ്: ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ, റീ എക്സാമിനേഷൻ, റീ ക്രോസ് എക്സാമിനേഷൻ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ ചോദ്യം വീണ്ടും അവരോട് ചോദിച്ച് അതിനെയും പൊളിക്കാം. അപ്പോൾ ഏറ്റവും അവസാനത്തെ അവസരം ആർക്കാണ് കിട്ടുന്നത്? ഡെലിങ്ക്വന്റിനാണ് കിട്ടുന്നത്. ഏറ്റവും അവസാനം ഇത് അവസാനിപ്പിക്കേണ്ടതും ഡെലിങ്ക്വൻ്റാണ്. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഞാനത് പറയാം. ഏറ്റവും അവസാനത്തെ അവസരം ഡെലിങ്ക്വൻ്റാണ്. പ്രോസിക്യൂഷൻ ആദ്യം ഒരു ചാൻസ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു തെളിവ് കൊണ്ടുവന്നിട്ട് ഇത് വെച്ച് ഇനി അവസാനിപ്പിച്ചു, നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കോ, കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. ഏറ്റവും അവസാനത്തെ ചാൻസ് കൊടുക്കേണ്ടത് ഡെലിങ്ക്വൻ്റിനാണ്. അതാണ് സ്വാഭാവിക നീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ഈ സ്റ്റേജുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞില്ല. കഴിഞ്ഞു. ഇതിൽ രണ്ടാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എതിരെയുള്ള നിങ്ങൾ തെളിവ് കേട്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം, കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും സാക്ഷിനെ ഹാജരാക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ട്, എനിക്ക് ഹാജരാക്കാനുണ്ടെന്ന് പറഞ്ഞ ലിസ്റ്റ് കൊടുക്കും. ആ ലിസ്റ്റ് കൊടുക്കുന്നതോട് കൂടിയിട്ട് ആ സാക്ഷികളെ വിസ്തരിക്കാൻ തുടങ്ങും. ആ സാക്ഷികളെ വിസ്തരിക്കാൻ തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഉൾട്ടയാണ്. മനസ്സിലായോ? ആരാ ചീഫ് എക്സാമിനേഷൻ നടത്തേണ്ടത്? ചീഫ് എക്സാമിനേഷൻ നടത്തേണ്ട ആരാ?
ഡെലിങ്വന്റിന്റെ വക്കീല് അല്ലെങ്കിൽ ഡെലിങ്വന്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡെലിങ്വന്റ് സ്വന്തം നടത്താം, അസിസ്റ്റന്റ് ഇല്ലെങ്കിൽ. അപ്പൊ ക്രോസ് കടന്നാരാ? പ്രോസിക്യൂഷന്റെ ഭാഗം. പിന്നെ റീക്രോസോ ഇപ്പുറം, റീ എക്സാം ഇപ്പുറം, റീക്രോസ് അപ്പുറത്ത്. അങ്ങനെ ആ ചടങ്ങ് പൂർത്തിയാക്കും. ഇതെല്ലാം കഴിഞ്ഞു. ഇനി എന്ത്? അപ്പം മൂന്നാമത്തെ ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് ഇട്ട് തരാം. ഈ മൂന്നാമത്തെ ചോദ്യത്തിൽ ചോദിക്കുകയാണ്, അവിടെയും സ്വാഭാവിക നീതി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളേ. ഇതെല്ലാം കഴിഞ്ഞു, നിങ്ങൾ ഹാജരാക്കാനുള്ള സാക്ഷികളെയും ഡോക്യുമെൻസിനും ഒക്കെ ഹാജരാക്കി. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PD1 DD1 ഒക്കെ ആയിട്ട് നമ്പർ ചെയ്തു. അതെല്ലാം പുള്ളി എൻക്വയറി ഓഫീസർ കയ്യിൽ വാങ്ങി വെച്ചു, മാർക്ക് ചെയ്ത് രേഖപ്പെടുത്തി വെച്ചു എന്നാണ് പറയാം. അതിനുശേഷം ഇനിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സാക്ഷിയെ ഹാജരാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻ്റ് ഹാജരാക്കാനോ ഉണ്ടോ? സ്വാഭാവിക നീതി അവിടെ വീണ്ടും രംഗത്ത് വരികയാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഏതെങ്കിലും സാക്ഷിയെ കൊണ്ടുവരാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത സാക്ഷി വിസ്താരമില്ലേ അതിനകത്ത് ഇനി ആരെങ്കിലും നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടോ? ആരെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ മാത്രമേ എൻക്വയറി ക്ലോസ് ആവുന്നുള്ളൂ. എൻക്വയറി ക്ലോസ് ആയി അതിനുശേഷം സാധാരണ കോടതികളിലൊക്കെ ആർഗ്യുമെൻ്റാണ് നടക്കാറ്. എന്തുകൊണ്ട് ഇയാൾ കുറ്റക്കാരനാണെന്ന് പറയും, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിരപരാധിയാണെന്ന് മറ്റേയാൾ പറയും. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ അങ്ങനെ ആർഗ്യുമെൻറ്റിന് പകരം പ്രമാദമായ കേസിൽ മാത്രമേ ആർഗ്യുമെൻറ്റ് നടത്താറുള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? നേരെ ഇവരൊരു അഫിഡവിറ്റ് ആയിട്ട് സമർപ്പിക്കും. അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോണിൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിന് പിന്നെ തെളിവുകളൊന്നും വേണ്ട, പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അർത്ഥം. അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ വേറെ നടപടിയിലേക്ക് പോകും. അപ്പോൾ ഒരു ചീഫ് അഫിഡവിറ്റ് സമർപ്പിക്കും. ഒരു ചീഫ് അഫിഡവിറ്റ് ഇതിനകത്ത് സമർപ്പിക്കും. അതായത് ആർഗ്യുമെൻറ്റ് നോട്ട് എന്നും പറയാം. ചീഫ് അഫിഡവിറ്റ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് നോട്ട് പറയാം. ഈ ആർഗ്യുമെൻറ്റ് നോട്ട് എൻക്വയറി ഓഫീസർക്ക് കൊടുക്കുന്നു. എൻക്വയറി ഓഫീസർ ഇതെല്ലാം വായിച്ച് സംഭവിച്ചതെല്ലാം പഠിച്ച് ഇയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് കണ്ടെത്തും. ഒറ്റ കാര്യം മാത്രമുണ്ട്, ശിക്ഷ പ്രപ്പോസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ശിക്ഷ പറയാൻ പാടില്ല. ഇനി അയാൾ എന്തെങ്കിലും അബദ്ധവശാൽ പറഞ്ഞാലും അത് ഒരു എന്താ പറയുക സൂചകമായിട്ട് എൻക്വയറി ഡിസിപ്ലിനറി അതോറിറ്റി എടുക്കാനേ പാടില്ല. നേരെ ഡിസിപ്ലിനറി അതോറിറ്റിക്ക് വരുന്നു. ഡിസിപ്ലിനറി അതോറിറ്റി ഇതിൽ GB സെക്ഷനിലാണ് ഇത് നോക്കുക. GB സെക്ഷനിൽ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കണം. GB സെക്ഷനിൽ കുറ്റക്കാരനാണോ തെളിഞ്ഞിട്ടുണ്ടോ നോക്കുക, പ്രൊസീജിയർ പാലിച്ചിട്ടുണ്ടോ നോക്കുക, സ്വാഭാവിക നീതി അതായത് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്വാഭാവിക നീതി ഇയാൾക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ നോക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട് നോട്ട് വെക്കും. അതിന് ശിക്ഷ ഡിസിപ്ലിനറി അതോറിറ്റി ഇയാൾക്ക് ഒരു ഇൻക്രിമെൻറ്റ് 1 വർഷത്തേക്ക് ക്യുമുലേറ്റീവോ തടയാൻ തീരുമാനിക്കും. അങ്ങനെ നേരെ അത് ഷോക്കോസ് ആയിട്ട് കൊടുക്കും. ഈ ഷോക്കോസിന് നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഷോക്കോസ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ കൊടുക്കുന്നത് ഷോക്കോസ് ആയിട്ട് കണക്കാക്കരുത്. ഷോക്കോസ് എന്ന് പറയുന്നത് ശിക്ഷ പ്രപ്പോസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ് ഷോക്കോസ്. ആ ഷോക്കോസിന് മറുപടി കൊടുക്കാൻ പല സമയങ്ങൾ നമ്മുടെ പല ഇതിലും പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ റീസണബിൾ ടൈം എന്നാണ് പറയുന്നത്. മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിൽ 15 മുതൽ 30 ദിവസം എന്ന് പറയുന്നു. അതുപോലെ തന്നെ റൂൾസിൽ മാക്സിമം 30 ദിവസം എന്ന് പറയും, മിനിമം പറയുന്നില്ല. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നു. ഈ ഷോക്കോസിന് നമ്മൾ മറുപടി കൊടുക്കുന്നു. ഷോക്കോസിന് മറുപടി കൊടുത്ത ശേഷം നേരെ മറുപടി തൃപ്തികരമായാലും ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താ, നേരത്തെ പ്രപ്പോസ് ചെയ്ത പണിഷ്മെൻറ്റ് തന്നെ ഇമ്പോസ് ചെയ്യും. ആ പണിഷ്മെൻറ്റ് തന്നെ ഫൈനൽ ഓർഡർ ആക്കി ഇറക്കുന്നതോടുകൂടി അച്ചടക്ക നടപടി അവസാനിച്ചു. ഈ അച്ചടക്ക നടപടി അവസാനിക്കുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് വരികയാണ്, ഇതിനെതിരെ അപ്പീൽ കൊടുക്കാം. ആ അപ്പീൽ കൊടുക്കുന്നത് 60 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പീൽ കേൾക്കേണ്ടത് തൊട്ട് മുകളിലുള്ള അതോറിറ്റിക്കാണ്. എക്സിക്യൂട്ടീവിനാണ് ഈ ഉത്തരവ് ഇറക്കിയെങ്കിൽ നേരെ ഡെപ്യൂട്ടിക്ക് കൊടുക്കാം. ഡെപ്യൂട്ടിയാണ് ഈ ഉത്തരവ് ഇറക്കിയെങ്കിൽ CEക്ക് കൊടുക്കാം. പിന്നെ ആകെയുള്ള ഒരു റിവ്യൂ മാത്രമാണ്. ആ റിവ്യൂ KSE ബോർഡിനാണ് കൊടുക്കേണ്ടത്. ആ ബോർഡിന് റിവ്യൂ കൊടുക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഫൈനൽ ഓർഡർ അത് റിവ്യൂവിലെ തീരുമാനത്തോടു കൂടി നമുക്കെതിരെയുള്ള KSEBിയുള്ള നടപടികൾ അവസാനിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാം. കോടതിയിൽ എപ്പോൾ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം കേട്ടോ. പക്ഷേ കോടതികളെല്ലാം ആദ്യം നോക്കുന്നത് ഇതെല്ലാം പ്രൊസീജിയർ പാലിച്ചോ സ്വാഭാവിക നീതി ഉറപ്പുവരുത്തിയോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുക. സ്വാഭാവിക നീതി ഉറപ്പുവരുത്താതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നിയ വടെ എൻക്വയറി നടത്തിയിട്ടുണ്ടെങ്കിൽ കോടതി പിന്നെ അയാൾ മെറിറ്റിലേക്കൊന്നും കിടക്കില്ല. എന്ന് പറഞ്ഞാൽ കുറ്റവാളിയാണോ ഇല്ലയോ എന്നൊന്നും കോടതി നോക്കില്ല. കുറ്റവാളി ആണെങ്കിൽ പോലും അയാളെ വെറുതെ വിടും. ഈ തോന്നിയ വടി നിങ്ങൾക്ക് എൻക്വയറി നടത്താൻ പറ്റില്ല, നിങ്ങൾ നാച്ചുറൽ ജസ്റ്റിസ് എൻഷുർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ചടക്ക നടപടി അവസാനിപ്പിച്ച് ക്വാഷ് ചെയ്ത് കളഞ്ഞ് അയാളെ വെറുതെ വിടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് റിട്ട് അധികാരം മാത്രമേ ഉള്ളൂ. അതായത് WP(C) എന്ന് പറയുന്ന റിട്ട് പെറ്റീഷൻ സിവിൽ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഭരണഘടനയുടെ 226 വകുപ്പ് പ്രകാരമുള്ള ഹൈക്കോടതിയിൽ പോകാനുള്ള നമ്മുടെ അവകാശം. അതാണ് നമ്മുടെ യൂണിയൻ ഇടപെട്ട് തിരിച്ചെടുത്തത്. ആദ്യം നമ്മളോട് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിലെ ഒരു പൗരനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പാടില്ല. ഇനി എത്ര വലിയ എംപ്ലോയർ ആണെങ്കിൽ ശരി, ആർക്കും അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ആ അധികാരം ഹൈക്കോടതി അംഗീകരിച്ചത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന ഏത് സ്റ്റേജിലും പോകാം കേട്ടോ.
നമുക്ക് മെമ്മോ ചാർജ് ഇഷ്യൂ ചെയ്തുമ്പോഴും പോവാം, സസ്പെൻഷൻ ആകുമ്പോഴും പോവാം, ഏത് സ്റ്റേജിലും നമുക്ക് പോകാം. പക്ഷെ നമുക്ക് അന്നേരമൊക്കെ പോയാലുള്ള ഗതികേട് എന്താ വെച്ചാൽ ഈ അട്ടിക്കണക്കിന് കേസിൻ്റെ ഇടയിലേക്ക് പോയി ഇത് വീഴും. അതേസമയം നമ്മൾ ഫൈനൽ ഇത് കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ കുറച്ചും കൂടെ അത് തീരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അവസാനത്തെ അവസരവും ഉപയോഗിച്ച ശേഷം മാത്രമേ പോകാവുള്ളൂ എന്ന് പറയുന്നത്. സമയം അതിക്രമിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ അവസാനം ഇടാം, നിങ്ങൾക്ക് അതിൽ ഏത് സമയത്തും വിളിക്കാം, ചോദിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ചോദിക്കാം, ഞാൻ മറുപടി തരാം. ഇത് ഞാൻ അന്ന് നടക്കുന്ന ആ വിചാരണയുടെ ഒരു മോഡലാണ് കേട്ടോ ഇട്ടത്. അതിൻ്റെ ചോദ്യവും ഉത്തരവും അതിൻ്റെ അടിയിൽ കണ്ടോ എല്ലാവരും ഒപ്പിട്ടിരിക്കുന്നത്, അതും ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് അതിൻ്റെ മോഡൽ. ഓക്കെ. ആ അത് നിയമത്തിലേക്ക് പോയാലേ കോഗ്നൈസബിൾ ഒഫൻസും നോൺ കോഗ്നൈസബിൾ ഒഫൻസും ഉണ്ട്. അപ്പോൾ ഈ കോഗ്നൈസബിൾ ഒഫൻസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇതിനനുസരിച്ച് ഒരു ജഡ്ജി അങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് ഇത് കാണുമ്പോൾ നിർത്തിയിട്ട് ഒന്നുകിൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അതോടൊപ്പം തന്നെ നേരെ ഇയാളെ അടുത്ത SHO വിളിച്ച് അറസ്റ്റ് ചെയ്തോളണം എന്ന് പറയുന്നുണ്ട്. കോഗ്നൈസബിൾ നോൺ കോഗ്നൈസബിൾ. ഓക്കെ സാർ. ഓക്കെ. സാറേ അത് രണ്ടും ചെയ്യാം. ഇതിനകത്ത് ഫൈനൽ ഓർഡർ ഇറക്കുന്നത് പോലെ ഇരിക്കും. സാധാരണഗതിയിൽ ആജീവനാന്തം ചെയ്യാറില്ല, 5 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്നൊക്കെ പറഞ്ഞു. കാരണം എന്താ പറയുക, ഈ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ജീവനക്കാരനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നതൊക്കെ വലിയ പാടാണ്. മാത്രമല്ല ഇയാൾ ഇത് എത്ര ഇറക്കിയാലും കോടതി പോകും. കോടതി പോകുമ്പോൾ കോടതി നോക്കുന്നത് സ്വാഭാവിക നീതിയാണ്. എന്ന് പറഞ്ഞാൽ അന്നൊക്കെ സംഭവിച്ചു, അതൊക്കെ ശരി. ഇയാളിപ്പം ആ പെൻഷനർ കോടതി പോവുക, എൻ്റെ ഭാര്യ മക്കള് മരുന്ന് മേടിക്കാൻ ആകെ ഇതേ പൈസയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ കോടതി അതിനകത്ത് ലീനിയൻസി കാണിക്കും. ഇതിനൊന്നും കൃത്യമായിട്ട് നിയമം എഴുതി വെച്ചില്ല. അപ്പോൾ കോടതിയിലെ ജഡ്ജ് എന്താണോ അദ്ദേഹത്തിന് തോന്നുന്ന ഇതിനെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് വെച്ചിട്ട് വിധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർഡ് ചില വർഷങ്ങളിലേക്ക് മാത്രം പരിമിതപ്പെടുത്താറുണ്ട്. എന്നിട്ടും കോടതി പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ സസ്പെൻഷനും സബ്സിസ്റ്റൻസ് അലവൻസിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അതൊക്കെ സമയം പറഞ്ഞോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ക്രോസ് എന്ന് പറയുന്നത് എന്താ, സാക്ഷിയെ ക്രോസ് ചെയ്യുന്നതിനാണ് ക്രോസ് എന്ന് പറയാം. വക്കീലന്മാർ തമ്മിലുള്ള ആർഗ്യുമെൻ്റാണ്. വക്കീലന്മാർ പരസ്പരം വാദിയുടെയും പ്രതിയുടെയും വക്കീൽ അവരെ എന്തുകൊണ്ട് ശിക്ഷിക്കണം, എന്തുകൊണ്ട് ശിക്ഷിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ പറയും. അത് ഓക്കെ, ആ കാര്യങ്ങൾ പറയും. അതേസമയം മേൽക്കോടതികളിൽ ഒറ്റ കോടതിയിൽ മാത്രമേ ട്രയൽ നടക്കുന്നുള്ളൂ കേട്ടോ, ഒറ്റ കോടതിയിൽ. പിന്നെ എല്ലാം ഈ പേപ്പറാണ്. ഓക്കെ, ഇനി അതെ മേൽക്കോടതികളിലെല്ലാം ഡോക്യുമെന്റ്, വിചാരണ കോടതി ട്രയൽ കോർട്ടിൽ മാത്രമേ വിചാരണ നടക്കുള്ളൂ. അതിന് മാത്രമേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉള്ളൂ. ബാക്കിയെല്ലാം പേപ്പർ ഡോക്യുമെന്റ് മാത്രമേ കോടതി പരിശോധിക്കുള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ കുറച്ചു നേരം കൂടെ ഞാൻ ഇവിടെ ഉണ്ടാവും, അന്നേരം ചോദിക്കാം. എന്തായാലും ഇത്രയും നേരം എന്നെ കേട്ട്, ഞാനിത് ആക്ച്വലി എത്ര സമയം എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ സ്ലൈഡ് ഇട്ടിരുന്നു. അത് ഇനി ഒരവസരം കിട്ടുമ്പോൾ പറയാം. എന്തായാലും ഇതിനെ തുടർച്ചയായിട്ട് എപ്പോഴെങ്കിലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടെ ഇത്രയും നേരം സഹിച്ച എല്ലാവരോടും ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.